സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ദിനമാണ്. വാർത്തകളിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ, ഇടുക്കിയിലെ മരണവും കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്ന മരണവും. അപ്പൊ കേരള സർവകലാശാലയുടെ പേരിൽ നമ്മൾ ഈ ഇതിൽ മരിച്ച എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൗനം ആചരിച്ച് നമുക്ക് ഇന്നത്തെ ഈ ട്രെയിനിങ് സെഷൻ ആരംഭിക്കാം. അപ്പൊ ഒരു മിനിറ്റ് നമ്മളൊന്ന് മൗനം ആചരിക്കും. ഓക്കെ, താങ്ക് യു. ഈ ഒരു കാര്യം കൂടി ഞാൻ റിമൈൻഡ് ചെയ്തതിനു ശേഷം അഷ്കർ അലി സാർ തുടരും. നമുക്കിപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം വളരെ നന്നായിട്ട് പോകുന്നതിൽ ഒരുപാട് സന്തോഷം. ഒത്തിരി ടീച്ചേഴ്സ് വളരെ നല്ല എക്സ്പീരിയൻസും ലേണിംഗ് അനുഭവവുമായിട്ട് രേഖപ്പെടുത്തി. വളരെ സ്ക്രാച്ചിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. ഇപ്പൊ ട്രെയിനേഴ്സ് ആയിട്ടുള്ള അഷ്കർ അലി സാർ, രമേശ് സാറും ബിജു സാറിനും പ്രത്യേകം അനുമോദനങ്ങൾ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം പഠിക്കാൻ കാണിക്കുന്ന താല്പര്യവും. ഞാൻ മിനിഞ്ഞാന്നും 2 ദിവസമായിട്ട് രാത്രി 10:30ക്കും 11 മണിക്കും ലോഗിൻ ചെയ്ത് നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോഴത്തേക്കും ലൈവായിട്ട് ഒത്തിരി ടീച്ചേഴ്സിനെ കാണുന്നു. അപ്പൊ അത് വളരെ സന്തോഷം. അത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിലെല്ലാവർക്കും പ്രത്യേകം കൺഗ്രാറ്റ്സ്. അതോടൊപ്പം ഒരു കാര്യം കൂടി, നമുക്ക് നമ്മുടെ നാക്കിന്റെ SSR അപ്ലോഡിങ് നമുക്ക് കുറച്ച് ഈ പ്രോഗ്രാമിനിടയിൽ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ആ നാക് ക്രൈറ്റീരിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സും അവർ ഓരോ ടീച്ചർ ടു ടീച്ചർ, ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് ചില കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഇതിനിടയിൽ കൊടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പൊ അതിനകത്ത് ക്രൈറ്റീരിയ 2 ചെയ്യുന്നവര് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം, നമ്മുടെ ഗൈഡ്ഷിപ്പിന്റെ ഓർഡർ പല ടീച്ചേഴ്സും സബ്മിറ്റ് ചെയ്തിട്ടില്ല. ചിലരുടെ ഗൈഡ്ഷിപ്പ് ഒറിജിനലി കിട്ടിയ UO അവരുടെ കയ്യിൽ ഇല്ല. അപ്പൊ അതെല്ലാവരും ഉള്ളവർ അത് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഇമെയിലായിട്ട് ബന്ധപ്പെട്ട ഹെഡിന് അയക്കുക. ഹെഡ് അത് കളക്ട് ചെയ്തിട്ട് കൺസേൺ ക്രൈറ്റീരിയ കൺവീനറിന് ഏൽപ്പിക്കുക. ഇനി ഇൻ കേസ് അത് ഇല്ലാന്നുണ്ടെങ്കിൽ, നാക്കിന്റെ ആ പെർട്ടിക്കുലർ ഈ UO നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മുടെ പോർട്ടലിൽ നിന്ന് UO നമ്പർ വാങ്ങിക്കും. ഗൈഡ്ഷിപ്പ് അപ്രൂവൽ ആയിട്ടുള്ള UO നമ്പർ. ആ ഇത് നമ്മുടെ UO നമ്പർ ഇന്നതാണ്, ഡേറ്റഡ് ഇന്നാന്ന് പറഞ്ഞ് HOD സർട്ടിഫൈ ചെയ്തിട്ടുള്ള ലെറ്റർ വെക്കാനായിട്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ നാക്കിലെ ഡയറക്ടറേറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൺവീനേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാവരും നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഇതുപോലെ കളക്ട് ചെയ്യാവുന്ന, ഇപ്പൊ ജോസുട്ടി സാർ റിമൈൻഡ് ചെയ്തിട്ടാണ് നമുക്ക് പറഞ്ഞത്, അതുപോലെ കളക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ടീച്ചേഴ്സ് ഒന്ന് കളക്ട് ചെയ്യാവുന്നത് നമ്മൾ വീട്ടിലായിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ HODക്ക് പാസ് ചെയ്യാനും. അപ്പൊ നമ്മളൊരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് മൂവ് ചെയ്യാതെ അതിലേക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അഷ്കർ അലി സാറിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു. സെഷൻ നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു സാർ. അതിന്റെ കൂട്ടത്തില് ഞാൻ ഒരു സജഷൻ വെക്കാം സാർ. നമ്മുടെ ഈ നാക്കിന്റെ ഡോക്യുമെന്റ് കളക്ഷന് വേണമെങ്കിൽ ഈ LMSലൂടെ തന്നെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കാൻ പറ്റും. ഒരു കോഴ്സ് പോലെ എല്ലാ ടീച്ചേഴ്സിനെയും അതിലേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അതില് ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇതേപോലെ ഒരു ഫോം കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാർക്കും അതിലൂടെ തന്നെ പിന്നെ ഡാറ്റ അപ്ലോഡ് ചെയ്യാനും അതേപോലെ അത് തരാത്തവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയും. അല്ല യെസ് ഞാൻ പറഞ്ഞു ഇൻ ഫ്യൂച്ചർ അങ്ങനെ ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാരെയും കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇപ്പം റെഡി എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ശരിക്കും. ട്രെയിനിങ് സെഷൻ അത് ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. കാരണം നമ്മൾ എല്ലാ ടീച്ചേഴ്സും ഒരുമിച്ച് വരുന്ന ഒരു ഡെയിലി ഒരു മീറ്റിംഗ് പോലെയാണ്. അപ്പൊ നമ്മൾ ഇതൊരു VC അഡ്രസ് ചെയ്തു, HRDC ഡയറക്ടർ ചെയ്തു, PVC എല്ലാവരും നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഇതിനകത്ത് അഡ്രസ് ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും 1-2 മിനിറ്റ്. ഇത് നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് പൂർത്തിയാകുമ്പോഴത്തേക്കും മറ്റത് കംപ്ലീറ്റ്ലി സ്റ്റാൻഡ് ആവാതെ ശ്രദ്ധിക്കണമെന്ന് പറയാം. 19 20 തീരുമാനിച്ചോ സാർ? അതൊരു ഇമ്പോർട്ടന്റ് ഇല്ല, അത് മറ്റേത് അവരിപ്പോ നമുക്ക് അറിയിച്ചിരിക്കുന്നത് നമ്മളിത് ഇത് റീ ഓപ്പണിങ്ങും അതിന്റെ സ്റ്റാറ്റസ് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കത് അറിയിക്കാൻ 19 20 അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ റീ ഓപ്പണിങ്ങിന്റെ ഇപ്പോഴത്തെ ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയിക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല. അപ്പൊ എന്നത്തേക്ക് വരെ ഈ ലോക്ക്ഡൌൺ ഉണ്ടാവും എന്നുള്ളത് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സാർ. സൈമൺ സാർ ഒരു കാര്യം, സൈമൺ സാർ പറഞ്ഞോളൂ. അതെ, ആ PhD ഓർഡർ സെക്ഷൻ മേടിക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തൂടെ? PhD സെക്ഷൻ പോർട്ടലിൽ എല്ലാവരുടെയും പോർട്ടലിൽ ഉണ്ട്, രജിസ്ട്രേഷൻ ഓർഡർ നമ്പർ ഉണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, HOD തന്നാൽ മതി. പിന്നെ ഞാൻ മറ്റത് നോക്കാം, കുഴപ്പമില്ല. ഇതായിരിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പം. ശരി.
PhD സർട്ടിഫിക്കറ്റും കൂടെ വേണം. PhD സർട്ടിഫിക്കറ്റ് ടീച്ചേഴ്സിന്റെ. PhD സർട്ടിഫിക്കറ്റ് നമ്മുടെ ജോസൂട്ടി സാർ അറിയിച്ചതനുസരിച്ച് വളരെ കുറച്ച് പേരെ തരാനുള്ളൂ. മിക്കവാറും എല്ലാവരും തന്നു കഴിഞ്ഞിട്ടുണ്ട്. ആണ് നമുക്ക് കൂടുതൽ കിട്ടാനുള്ളത്. ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ UO അയക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് അയക്കണം. അല്ലാതെ 1-2 ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് കോർഡിനേറ്റ് ചെയ്യാൻ പാടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാവരുടെയും കളക്ട് ചെയ്ത് ആർക്കൊക്കെ ലീഡർഷിപ്പ് ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നവരുടെ എല്ലാം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് അയച്ചാൽ മാത്രമേ അത് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകരിക്കാൻ പറ്റൂ. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, MPhil കുട്ടികളുടെ ലിസ്റ്റ് 2-3 ഡിപ്പാർട്ട്മെന്റുകൾ തന്നിട്ടില്ല. അത് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അവരും അത് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൈറ്റീരിയ 2ന്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ടീച്ചേഴ്സും ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇനി അധികം സമയം കളയണ്ട. അക്ഷരലി സാർ തുടങ്ങിക്കൊണ്ട്. ഓക്കെ, യെസ്, ഓക്കെ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തുടക്കം ഒരു ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെ തുടങ്ങാം. റൈറ്റ്? അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പില് ഞാൻ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആണെങ്കിൽ കുഴപ്പമില്ല. മൊബൈൽ ഫോണിൽ നെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഒന്ന് തുറന്നു വെക്കുക. എല്ലാവരും ഒന്ന് മൊബൈൽ ഫോൺ എടുത്തേ. ഓക്കെ, നൗ കുറച്ചൊരു സുഖമുണ്ട്. എനിക്ക് രണ്ടും എന്റെ മൊബൈലിൽ ക്ലിയർ അല്ല സാർ, ഒന്നും കേൾക്കുന്നില്ല. മ്യൂസിക്കിനിടയിൽ സാർ എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് ഓഫ് ചെയ്യാൻ പറയണേ. സാർ ആ കോഡ് ഒന്നും കൂടെ പറയാമോ? 961379. വെബ്സൈറ്റ് നെയിം menti.com. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. ഹലോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് menti.com അതൊരു ഇറിറ്റേഷൻ ആകുന്നുണ്ട് അല്ലേ? അതൊന്നും ഒഴിവാക്കാം. സാറേ കോഡ് ഒന്നുകൂടെ ഒന്ന് പറയൂ. 961379. സാറേ മൊബൈലിൽ ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് പറയൂ. ഇപ്പം മ്യൂസിക് ഇല്ലല്ലോ? ഇല്ല. menti.com എടുത്തിട്ടാണോ കോഡ് അടയ്ക്കുന്നത്? menti.com എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ആ കോഡ് ടൈപ്പ് ചെയ്യാനാണ് വരിക. അപ്പൊ അവിടെ നിങ്ങളുടെ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക 961379. എന്തിനു ചെയ്യാനുള്ള മനസ്സിലായി? ഞാൻ ഈ ബോക്സിൽ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഇടാം. എവിടുന്നാ ചെയ്യേണ്ടത്? മൊബൈൽ എടുക്കുക. നിങ്ങള് menti.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വരിക. അതിനുശേഷം യു ക്യാൻ യൂസ് 961379 ആസ് എ യുവർ കോഡ്. ഇപ്പൊ 116 പേര് നമ്മുടെ ഇതിൽ എൻ്റർ ചെയ്തു. 120. ഓക്കെ, മറ്റൊന്നും ചെയ്യണ്ട. ജസ്റ്റ് അവിടെ മൊബൈൽ വെച്ചിരുന്നാൽ മതി.
എന്റെ ഒരു നെയിം ചോദിക്കുന്നുണ്ട്, കൊടുക്കണം. ആ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. സബ്മിറ്റ് ചെയ്യണ്ടല്ലേ? ഓ സബ്മിറ്റ് ചെയ്യണം. ജസ്റ്റ് ഇനി അടുത്തൊരു ചോദ്യം വരും അവിടെ, ഒരു ക്വസ്റ്റ്യൻ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും, അതിനൊന്ന് വെയിറ്റ് ചെയ്യാം. ആ കോഡ് എൻറ്റർ ചെയ്യുന്നിടത്ത് നമ്പർ ടൈപ്പ് ചെയ്തു, പിന്നെ സബ്മിറ്റ് ഉണ്ട്, സബ്മിറ്റ് ചെയ്യണോ? ആ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്താലേ ഇങ്ങോട്ട് വരുള്ളൂ. ഓക്കെ അത് പറയണ്ടേ. സർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ജോയിൻ ക്വിസ് കാണിക്കുന്നുണ്ട്. ആ യെസ്. ഒരു തേനീച്ചയൊക്കെ പോണം. ആ അതെ, അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് വരുന്നുണ്ട്. ആ ഇറങ്ങുന്നേ ഉള്ളൂ. എല്ലാരും ഇവിടെ നിറഞ്ഞു വരുന്നുണ്ട്, കണ്ടില്ലേ? നമ്മളാണ് ഈ പൂച്ചയും പുലിയൊക്കെ അല്ലേ? അതെ. ഓക്കെ. Menti.com എടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ 1 of 1 എന്നാ കാണിക്കുന്നത്. Menti.com പേരടിക്കുക, അതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് സർ. നമ്പർ എവിടെ കൊടുക്കണ്ടേ? ഓക്കെ, ഞാൻ കളി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. ശരിക്കും ഈ മൊബൈലിൽ തന്നെ ഇതെല്ലാം കയറുന്ന ചിലരെങ്കിലും കാണുമായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കൊടുക്കാം. യെസ്. ഇപ്പൊ 157 പേര്, നമുക്ക് ഏകദേശം 202 ആണ് മൊത്തം ലിസ്റ്റ് കാണുന്നത്. നോക്കാം, ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിന്നാ മതി, അവരൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. സർ അതില് എന്റർ യുവർ നെയിം എന്നുള്ളൊരു കോളം കണ്ടു, പിന്നെ ജോയിൻ ക്വിസ് തന്നെയാണോ? നിങ്ങളുടെ പേര് കൊടുക്കുക, ജോയിൻ ക്വിസ് കൊടുക്കുക. നിങ്ങളുടെ 961379 is the code. 79. സർ എനിക്കൊരു ഗോട്ടാണ് കിട്ടിയത്, പക്ഷേ ഈ പിക്ചറിൽ കാണുന്നില്ല. എന്തായാലും അതവിടെ ഉണ്ടാവും, ഒരു പിക്ചർ, നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ മൊബൈലിൽ കാണുന്നുണ്ടാവും, അതവിടെ ജോയിന്റ് ആയിട്ട് അവിടെ കാണുന്നുണ്ടാവും. ബോർഡിൽ കാണണമെന്ന് നിർബന്ധമില്ല, ഇവിടെ ഡിസ്പ്ലേയിൽ വരുന്നിടത്തേ നിങ്ങളുടെ കാണണമെന്ന് നിർബന്ധമില്ല, കാരണം എല്ലാരും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ആണ് പ്രശ്നം. ക്വസ്റ്റ്യൻ 1 of 1 അങ്ങനെ നിൽക്കും അല്ലേ? അങ്ങനെ വന്ന് നിൽക്കും, ക്വസ്റ്റ്യൻ 1 of 1 എന്ന് പറഞ്ഞു നിൽക്കും. ജസ്റ്റ് ഒരു ചോദ്യം, ഞാൻ നിങ്ങൾക്ക് ഈ ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റത്തില്ലേ? എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ലാപ്ടോപ്പിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ലാപ്ടോപ്പിലും ചെയ്യാം, എവിടെ വേണമെങ്കിൽ ചെയ്യാം. അല്ല ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ഇനി മീൻ ടൈമിൽ ജോയിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്പർ അറിഞ്ഞാൽ മാത്രം മതിയാവും. സോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുണ്ടോ? 1.3 നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുണ്ടെങ്കിൽ യെസ് നടിക്കുക, ഇല്ലെങ്കിൽ നോ നടിക്കുക. നമ്പർ ഒന്നുകൂടെ പറയോ? നിങ്ങളുടെ 1.3 ഇല്ലേ, 1.3 വിസിബിൾ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 1.3 ഇല്ലേ നിങ്ങളുടെ മൂഡിൽ ട്രെയിനിങ് പ്രോഗ്രാമില് 1.3 എന്ന് പറയുന്നത് വിസിബിൾ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വോട്ടിംഗ് ടൈം കഴിഞ്ഞു പോയാണല്ലേ? ജസ്റ്റ് സമയം കഴിഞ്ഞു പോയല്ലോ സർ. സമയം കഴിഞ്ഞു പോയതാ. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആൻസർ ചെയ്യണം, അങ്ങനെയാണ്. അതെ. ഇത് ഞാനിപ്പോ വെറുതെ ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. റൈറ്റ്? യെസ്. ട്രൈ അഗൈൻ പറയുന്നുണ്ട്, എന്താ ചെയ്യണ്ട? പ്ലീസ് ട്രൈ അഗൈൻ. അല്ല, അത് കഴിഞ്ഞു, ആ ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സമയം കിട്ടില്ല. ഒരു ഓൺലൈൻ പോൾ നടത്താൻ പറ്റുന്ന ഒരു ടൂളാണ് മെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു ടൂളാണിത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ടൂൾ ഉപയോഗിച്ചാണ് ഇപ്പം ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നത്. റൈറ്റ്? യെസ്. ഈ ടൂളില് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ അവിടെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മള് ലൈവ് ഇന്ററാക്ഷൻ ഒക്കെ നടത്തുമ്പോൾ പലപ്പോഴും ആൾക്കാർ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ ഞാൻ ഇവിടെ ഓരോന്നിനും ആൻസർ ചെയ്യാണ്. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് വന്നിരിക്കുന്നത് കോക്കനട്ട് എന്നുള്ളതാണ്. അത് ഞാൻ ആൻസർ ചെയ്തു. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത് ഇതാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ക്വസ്റ്റ്യൻ എനിക്ക് ഇങ്ങനെ ആൻസർ ചെയ്തു പോകാം. ഹൗ ടു ക്രിയേറ്റ് എ ക്വസ്റ്റ്യൻ ഇൻ മെന്റിമീറ്റർ. കണ്ടില്ലേ, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേയിൽ അവിടെ ക്വസ്റ്റ്യൻ കാണാം. ആള് മുഴുവനായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. അതവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടാലും എല്ലാവരും അത് കാണണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പം നമ്മുടെ പ്രസന്റേഷന്റെ ഇടയിൽ തന്നെ ക്വസ്റ്റ്യൻസ് അവിടെ വരുന്ന രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്തു പോകാം. റൈറ്റ്, കണ്ടില്ലേ, ഓരോരുത്തരുടെയും ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ ഇടയിൽ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രസന്റേഷൻസിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്ററാക്ഷന് വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ അവരിരുന്ന് മൊബൈൽ ഫോണിൽ ഇരുന്ന് ക്വസ്റ്റ്യൻസ് അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അതിന് ആൻസർ നമുക്ക് ഇവിടെ ഓരോന്നോരോന്നോരോന്ന് 1 by 1 ആ ചോദിച്ച ഓർഡറിൽ തന്നെയാണ് ഇവിടെ നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നതും. റൈറ്റ്, സോ മെന്റിമീറ്ററിനെ നമുക്ക് LMSലേക്ക് കണക്ട് ചെയ്യാം വേണമെങ്കിൽ. നിങ്ങൾക്ക് ഈ ലൈവ് ഇന്ററാക്ഷൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ അതുപോലെ ക്വിക്ക് പോള് നടത്താം. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ നിങ്ങൾ 109 പേർക്ക് പിന്നെ എന്താണ് 1.3 വിസിബിൾ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള ഓക്കെ മൾട്ടിപ്പിൾ കോഴ്സസ് ഇൻ LMS അത് ചെയ്യാമല്ലോ. നമുക്ക് വീണ്ടും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതിയാവും. സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കാം. ഇതിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. മെന്റിമീറ്ററിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മെന്റിമീറ്റർ എന്ന് പറയുന്ന mentimeter.com എന്നാണ് വെബ്സൈറ്റിന്റെ നെയിമിന്റെ പേര്. mentimeter.com. റൈറ്റ്, ആ mentimeter.com നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലുള്ള ഡിഫറെന്റ് ആക്ടിവിറ്റീസിനെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. റൈറ്റ്, സേ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഞാൻ വെറുതെ നിങ്ങളുടെ അടുത്ത് ഒരു പോൾ എടുക്കാൻ പോവാണ്. വിച്ച് ഒന്നാമത്തത് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ ആൻസർ ചെയ്യില്ലേ? ഒരു മിനിറ്റ്, ഞാൻ പ്രസന്റേഷൻ അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. സൂം ആണോ അതല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ആണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോൾ ചെയ്യാൻ പറ്റും. റൈറ്റ്, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിഗ് ബ്ലൂ ബട്ടൺ എന്ന് പറയുന്ന മറ്റൊരു ടൂളും ഉണ്ട് അല്ലേ. ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓപ്ഷനെ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ലൈവില് നമുക്ക് ആ പോളിന്റെ റിസൾട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഒരു പോളിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ഓരോരുത്തരുടെയും എത്ര പിന്നെ പെർസെന്റേജ് ഓരോരുത്തരും ചെയ്തിട്ട്. മറ്റേ നേരത്തെ ആദ്യം കണ്ടത് നമ്മൾ ജസ്റ്റ് ഒരു ഓഡിയൻസ് പോൾ ചെയ്താണ്. എത്ര പേര് ആ ഒരു ക്വസ്റ്റിനെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇത് നമ്മൾ ലൈവ് പോളാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും പിന്നെ ഇൻപുട്സ് ഇവിടെ വരുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ അതിന്റെ വാല്യൂ ഇങ്ങനെ മാറി വരാം. ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു വേർഡ് ആർട്ടിലൊക്കെ വേർഡ് ക്ലൗഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ അനദർ ഓപ്ഷൻ ഈസ് ഹിയർ യു ക്യാൻ ആഡ് ഞാൻ ഇതിൽ തൽക്കാലം ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്തു. ഇത് ഫ്രീ വെർഷനിൽ വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ വേർഡ് ക്ലൗഡ് എടുക്കാം. സൈൻ അപ്പ് ഫോർ മെന്റിമീറ്റർ എന്ന് കാണിക്കുന്നത്. സൈൻ അപ്പ് ചെയ്യണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. തൽക്കാലം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം, മറ്റൊന്നെടുക്കാം. ഫോണിൽ ഡാറ്റ ചോർച്ച ഉള്ളതൊന്നും അല്ലല്ലോ അല്ലേ? ഏതില്? ഇതിലാ? അല്ല, ഈ മെന്റിമീറ്റർ ഫോണിൽ എടുക്കുന്നത്. ഇല്ല, മെന്റിമീറ്റർ വളരെ അത്ര വലിയ ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കാം അവിടെ. ടൂൾസ് യൂസ്ഡ് ഡ്യൂറിംഗ് ലോക്ക്ഡൌൺ ടു എൻഗേജ് യുവർ ക്ലാസ്സസ് ഏതൊക്കെയാണ്?
അത് നിങ്ങൾ ഉപയോഗിച്ച ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങൾ ക്ലാസ് എൻഗേജ് ചെയ്യാൻ ഉപയോഗിച്ച ടൂളുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. വേർഡ് അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. 3 എണ്ണം. ഓരോരുത്തരുടെയും ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തർക്ക് അത് സർ ആ ക്വസ്റ്റ്യൻ വന്നില്ലല്ലോ മെന്റിമീറ്ററിൽ. നമ്മളിപ്പോ താങ്ക് യു ഫോർ ജസ്റ്റ് ഗോ ടു സ്ലൈഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഗോ ടു സ്ലൈഡ്. മെസ്സേജ് വന്നിട്ടുണ്ടാവില്ലേ, ഗോ ടു സ്ലൈഡ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അല്ല അഷ്കർ അലി സർ, ഈ സൈൻ അപ്പ് ചെയ്യാതെ അടുത്ത ഇതിലേക്ക് പോകില്ല എന്നാണോ? അല്ല. ഇതിപ്പോ നിങ്ങൾ നേരത്തെ ആ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തില്ലേ, അതിൽ തന്നെയാണ് ഉണ്ടാവുക. നിങ്ങളിപ്പോ പുതിയതായിട്ട് മെന്റിമീറ്ററിൽ പോയത് കൊണ്ടാണ് നിങ്ങൾക്കത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാത്തത്. നേരത്തെ മെന്റിമീറ്റർ റീജോയിൻ ചെയ്താൽ മതി. സർ, ഇതിന്റെ ആ 961379 എന്ന് പറയുന്ന നമ്പർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ ആ നമ്പർ തന്നെ യൂസ് ചെയ്യണം? അല്ല, അത് ഓരോ സമയത്തും ഡിഫറെന്റ് ആയിരിക്കും. ഇതിപ്പോ ഞാൻ ഈ ഒരു പ്രസന്റേഷന്റെ ജോയിൻ കോഡാണത്. നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമില് നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണോ? അല്ല, അത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത ഒന്നാണ്. സാറേ, എനിക്ക് സാറുടെ പ്രസന്റേഷൻ തീർന്നു. ഞങ്ങൾ എല്ലാവരും അതിന്റെ പുറത്തായിരിക്കും. പ്രസന്ററുടെ കോഡ് വീണ്ടും അല്ല, ഇത് കുഴപ്പമില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ? ഇല്ല. കാണുന്നുണ്ട്. അതൊന്ന് പിൻ ചെയ്താൽ മതി. ഗൂഗിൾ മീറ്റിൽ ഒന്ന് പിൻ ചെയ്താൽ മതി. ഗൂഗിൾ മീറ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇതേപോലെ ഇങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. ഐ മീൻ ഇതേപോലെ നിങ്ങൾക്ക് വേർഡ് ക്ലൗഡ് ഡിഫറെന്റ് ഫോർമാറ്റ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസന്റേഷൻസ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനുള്ളൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ എന്നുള്ള രീതിയിൽ മെന്റിമീറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മെന്റിമീറ്റർ നമ്മൾ സാധാരണ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉപയോഗിക്കുന്ന പോലെ വേണമെങ്കിൽ ഇതിനിടയിൽ സ്ലൈഡിനിടയിൽ നമുക്ക് ഇതേപോലെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷൻ നമുക്ക് പ്രസന്റ് ചെയ്യാനാണ് സാധാരണ രീതിയിൽ നമ്മൾ മെന്റിമീറ്റർ ഉപയോഗിക്കുന്നത്. ലൈവ് ആയിട്ട് പ്രസന്റേഷൻ. ഈ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു ടീച്ചറായി നിൽക്കുമ്പോഴേ അഷ്കർ അലി സാർ ആണല്ലോ നമ്മളെല്ലാം ഇൻവൈറ്റ് ചെയ്ത് ഇതിനകത്ത്. അതെ. അപ്പൊ നമ്മള് കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ ഒരു ക്ലാസ് എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടികളെ ഇതേപോലെ menti.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ് കുട്ടികൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അവർക്ക് ആ പ്രസന്റേഷൻസ് സ്ലൈഡിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുട്ടികളെ പിന്നെ അവരുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്തു വരുന്നുണ്ട്. റൈറ്റ്? ഇതിന്റെ പ്രീമിയം വേർഷനിൽ വേണമെങ്കിൽ ഓഡിയോ ഒക്കെ നമുക്ക് ഇപ്പൊ നിങ്ങൾ നേരത്തെ ഓഡിയോ കിട്ടില്ലേ, നിങ്ങളൊരു ഓഡിയോ കേട്ടില്ലേ? സംശയം അതല്ല, ഇപ്പൊ സാർ ഞങ്ങളെയൊക്കെ ക്ഷണിക്കാൻ ഇങ്ങനെ ഒരു കോഡ് തന്നിരുന്നല്ലോ, അതുപോലെ കുട്ടികളെ നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുന്നത് എങ്ങനെയാണ്? അതെ, അതിനാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ലിങ്ക് കൊടുക്കുന്നത് പോലെ. അതെ. അതെങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്? എങ്ങനെയാണ്? ഫസ്റ്റ് ടൈമിൽ ഇതിപ്പോ ഞാനൊരു ആക്ടിവിറ്റി തുടങ്ങിയതാണ്. ഇനി ഞാൻ ഫസ്റ്റ് മുതൽ ഞാൻ കാണിക്കാം ഇവിടെ. റൈറ്റ്? സ്ക്രീൻ ഷെയറിംഗ് അല്ലേ? ഓക്കെ. നമ്മൾ ആദ്യം ചെയ്യുന്നത് മെന്റിമീറ്റർ എന്ന് പറയുന്ന mentimeter.com എന്നാണ് വെബ്സൈറ്റ് നെയിം. ആ വെബ്സൈറ്റിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യാം. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്രസന്റ് ചെയ്ത് സൈനപ്പ് ചെയ്യുന്ന ഒന്ന് കാണിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി കാര്യങ്ങൾ. ആരെങ്കിലും ഒരാള് റെഡിയാണോ? പേര് പറഞ്ഞിട്ട് ചെയ്യണേ. എന്നിട്ട് 10:15 ഉള്ളിൽ നമുക്ക് അത് തീർക്കണം. അപ്പൊ ഒരു യെസ്, ആര് ചെയ്യും? ഒരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ റെഡി ആയാൽ മതി. ഓക്കെ, ഡാർവിൻ സാർ. കുറെ പേര് അതിന്റെ ഇടയിൽ റെഡിയായി. ഓക്കെ, ആരെങ്കിലും ഒരാള്? ഡാർവിൻ സാർ. ഓക്കെ.
ഓക്കെ സാർ, ഓക്കെ. യെസ്, അപ്പം സ്ക്രീനിൽ വന്നു. ഇനി നമ്മൾ സൈനപ്പ് ചെയ്യാനാണ് സാർ. സൈനപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സാർ ഒന്ന് മാക്സിമൈസ് ചെയ്തു സ്ക്രീൻ. ഓക്കെ, സൈനപ്പ് ചെയ്ത് സൈനപ്പിൽ ക്ലിക്ക് ചെയ്തോളൂ. അതിനുശേഷം സൈനപ്പ് വിത്ത് ഗൂഗിൾ ചെയ്താൽ മതി സാർ. അതാണ് എളുപ്പം. അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാകുന്നത് നല്ലതാണ്. അത് നമ്മുടെ പക്കാ പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി അല്ലാതെ മറ്റൊരു ഇമെയിൽ ഐ ഡി, ഇങ്ങനെയുള്ള എല്ലാ അക്കൗണ്ടുകളും പിന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അപ്പൊ അത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ളത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ളതൊക്കെ ആ രീതിയിൽ ചെയ്താൽ മതി. യെസ്, വേറെ അക്കൗണ്ട് ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല. എവിടെയും ഗൂഗിള് സേഫ് ആണെന്നാണ് ഇപ്പൊ ഇന്നലെയും പത്രത്തിൽ പറയുന്നത് കേട്ടത്. ഓക്കെ, ബാറ്ററി ഓക്കെ, ഫസ്റ്റ് വാണിംഗ്. ഓക്കെ, സാർ പാസ്വേഡ് എങ്ങനാ? പാസ്വേഡ് സാറിന്റെ ജിമെയിൽ അക്കൗണ്ട് ഏതാണ് അതിന്റെ പാസ്വേഡ് ആണ് അതിൽ. ആണോ? കൊടുക്കേണ്ടത്? അതെ 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 അതെ. അത് സൈനപ്പ് വിത്ത് ഗൂഗിൾ ആണ് ചെയ്തതെങ്കിൽ നമ്മൾ ആ ഗൂഗിളിന്റെ അക്കൗണ്ട് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അഷ്കർ അലി സർ, പുതിയ പാസ്വേഡാണ് ഞാൻ കൊടുത്തത്. പക്ഷെ അതിനകത്തേക്ക് കടക്കാനും ഏത് ട്രെയിനിങ് കോഴ്സ് ആണെന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതില്? അത് ടീച്ചർ സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണോ പോയത്? അല്ല, ഞാൻ എന്റെ ജിമെയിലിന്റെ ഐ ഡി തന്നെ കൊടുത്തു. അപ്പൊ പാസ്വേഡ് ചോദിച്ചപ്പോ ഞാൻ പുതിയ പാസ്വേഡ് ആണ് കൊടുത്തത്, ഗൂഗിളിന്റെ പാസ്വേഡ് അല്ല കൊടുത്തത്. അതെയോ? ഓക്കെ 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 ഓക്കെ. എന്നിട്ട് പ്രശ്നം പക്ഷെ ഡാർവിൻ സാറിന് വർക്ക് ചെയ്യുന്നില്ല. സാറേ ഞാനും പുതിയ പാസ്വേഡ് കൊടുത്തപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഡോക്ടർ ജയ. ഡാർവിൻ സാർ ഒന്ന് നോക്കി നോക്കൂ. ഞാൻ പുതിയ ഐ ഡി ആണ് കൊടുത്തത്. പുതിയ പാസ്വേഡ് കൊടുക്കുമ്പോഴത്തേക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇല്ല ഇല്ല സർ, അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് വിത്ത് ഒറിജിനൽ പാസ്വേഡിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ഒറിജിനൽ ജിമെയിൽ അക്കൗണ്ട് നിലവിൽ ഉള്ള അക്കൗണ്ട് തന്നെയാണെന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയാൽ മതി സാർ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണോ നടത്തുന്നത്? സാർ, യൂസ് വിത്ത് ഗൂഗിൾ അക്കൗണ്ട് വഴി കയറുമ്പോൾ ഈ ഒരു പുതിയ പേജ് വന്നിട്ടുണ്ട്, മൈ പ്രസന്റേഷൻ, ന്യൂ പ്രസന്റേഷൻ, അതാണോ വരുന്നത്? അതെ 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 അതെ. ഓക്കെ, യെസ്, അവിടെ എത്തി ന്യൂ പ്രസന്റേഷൻ തുടങ്ങിയാൽ മതി സാർ. വെൽക്കം ടു മെന്റിമീറ്റർ എന്ന് പറഞ്ഞു പ്ലീസ്. അതാണ്. അതെ അതെ, വെൽക്കം ടു മെന്റിമീറ്റർ. സാറേ പഴയ അക്കൗണ്ടിൽ തുടങ്ങട്ടെ സാറേ? തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല. അപ്പൊ ഒന്ന് സാർ ഒന്ന് റെഫ്രഷ് ചെയ്താൽ മതി. അവിടെയല്ല, അത് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് സാർ. സൈനപ്പ് വിത്ത് ഗൂഗിളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഒന്ന് റെഫ്രഷ് ചെയ്താൽ മതി. സാർ, ആ വെൽക്കം ചെയ്യുന്നിടത്ത് ഒരു ജോൺ എന്ന് പറഞ്ഞിട്ടൊരു പേര് വരുന്നുണ്ട്. ജസ്റ്റ് സൈനപ്പ് വിത്ത് ജോണിനെ മാറ്റി ഇത് കൊടുക്കുക. മെയിൽ ഐ ഡി കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ഡാർവിൻ അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, കണ്ടിന്യൂ എടുത്തോളൂ. ഹൈഡ് ക്ലിക്ക് ചെയ്താൽ മതി സാർ. അതിലൊന്ന് ജസ്റ്റ് വേണ്ട. ഓക്കെ, താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തു. ഇല്ലല്ലോ സാറേ, കണ്ടിന്യൂ ഇല്ലല്ലോ സാർ. അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. ഒന്ന് ക്ലിക്ക് ചെയ്തേ. മതി.
യെസ്. സൈനപ്പ് കൊടുക്കട്ടെ? സൈനപ്പ് ആണോ കൊടുക്കേണ്ടത്? ഓൾറെഡി സൈനപ്പ് കൊടുത്തതല്ലേ? 2 വിൻഡോ അവിടെ തുറന്നു വെച്ചോ. വെയിറ്റ് ചെയ്തോളൂ. ഇറ്റ്സ് ഓക്കെ. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് ചെയ്താൽ അത് താഴെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കണ്ടിന്യൂ വിത്ത് ഫ്രീ. അല്ലേ? അതിന്റെ ഓപ്ഷൻ ഇല്ലല്ലോ വർക്ക്ഷോപ്പ് ട്രെയിനിങ്. അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ മെന്റിമീറ്ററിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെയാണ് കാണുക. ഇനി ഇതിൽ നമ്മൾ ഒരു പുതിയ പ്രസന്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ന്യൂ പ്രസന്റേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എനിക്ക് ഇങ്ങനെയല്ല വന്നത്, വേറെ സ്ക്രീനാ വന്നത്. പ്ലീസ് ലെറ്റ് us know what അത് ജസ്റ്റ് ഒന്നെങ്കിൽ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി സാർ. അത് അവര് ഒന്നുകിൽ അതില് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഹയർ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നോ അങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കാം. ഇപ്പൊ ഇത് കണ്ടില്ലേ, പുതിയ സ്ക്രീൻ വന്നു. ഇതിൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ക്വസ്റ്റ്യൻ ടൈപ്സ് കാണാം. പോപ്പുലർ ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാം. അപ്പൊ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പിന്നെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്ലൈഡ് മതിയെങ്കിൽ ഏറ്റവും താഴെ സ്ലൈഡും ഉണ്ട്. കണ്ടന്റ് സ്ലൈഡ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതേപോലെ ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതേപോലെ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ റാങ്കിങ് ടൈപ്പ്, വേർഡ് ക്ലൗഡ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് അതൊന്ന് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് സാർ ഒരു ക്വിസ് കോമ്പറ്റീഷൻ. അതെ, അത് കോമ്പറ്റീഷൻ ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ടൈം ഫിക്സ് ചെയ്ത് അതിനുള്ളിൽ ആൻസർ ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നു. യുവർ ക്വസ്റ്റ്യൻ എന്നുള്ളിടത്ത് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നു. അവിടെ അല്ല, ഇവിടെ റൈറ്റ് സൈഡിലാണ് സാർ. എല്ലാ എഡിറ്റിംഗ്സും റൈറ്റ് സൈഡിലാണ്. ഓക്കെ, അതിന് ഓപ്ഷൻസ് കൊടുക്കാം. ഇനി സമയം കഴിക്കാം. ഇതിനകത്ത് മൾട്ടി ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ടോ സാർ? അത് നോക്കണം സാർ. അത് പിന്നെ ജസ്റ്റ് പിന്നെ അല്ല, ഒരു കാര്യം ചെയ്ത് നോക്കൂ. മലയാളത്തില് നമ്മള് പിന്നെ അത് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. മലയാളം ടൈപ്പിംഗ്, അതേപോലെ മൾട്ടി ലാംഗ്വേജ് ടൈപ്പിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ഇന്ന് പറയാം. നിങ്ങൾ അതെ, യൂണിക്കോഡിലാണെങ്കിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാം പറ്റും. നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും പറ്റും. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇതിന് നമ്മൾ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്? ചെയ്തില്ലേ? 3 ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, ഓക്കെ. ഇനി ജസ്റ്റ് സാർ ഇനി ആ പ്രസന്റ് ബട്ടൺ കാണുന്നില്ലേ മേലെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ കണ്ടില്ലേ, നേരത്തെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. menti.com ആണ് വെബ്സൈറ്റ് നെയിം. കോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം പ്ലെയേഴ്സിന് ജോയിൻ ചെയ്യാം. ഈ കോഡ് പ്രസന്റ് ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്നില്ലേ സാറേ, പ്രസന്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്രസന്റേഷൻ മോഡായി. അപ്പൊ നമ്മൾ ഗൂഗിൾ മീറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗൂഗിൾ മീറ്റിൽ ജസ്റ്റ് ലൈവിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിന് നമ്മൾ ക്ലാസ് റൂമിലാണ് ഇപ്പം നടക്കണമെന്ന് വിചാരിക്കാം. ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ക്ലാസ് റൂമിലാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അവിടെ നമ്മളെ പ്രൊജക്ടറിൽ ഇത് കാണിക്കുന്നു. എന്നിട്ട് അവരെ ജസ്റ്റ് അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ടാബ് ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു, ഇതിൽ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങുന്നു.
അങ്ങനെ പരീക്ഷ നമുക്ക് അവിടെ ലൈവിൽ നടക്കുന്നു, ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ വലിയൊരു ഓഡിയൻസിനെ വെച്ച് ഒരു പരീക്ഷ നടത്താനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് നടത്താം. ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഇതേപോലെ ഇന്ററാക്റ്റീവ് ആയിട്ട് വീഡിയോസ് ഒക്കെ കാണിച്ച് അങ്ങനെയൊക്കെ നടത്താൻ പറ്റുന്നു. മറ്റൊരു ടൂളും കൂടെ ഇതിന്റെ ഇടയിൽ ഞാൻ പറയാം. ഓക്കെ അല്ലേ സർ? ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ സർ. ടൈം ഫിക്സ് ചെയ്യുന്നത് അതില് റൈറ്റ് ആൻസർ കൊടുക്കുന്ന എങ്ങനെയാന്ന് കിട്ടിയില്ല, ടൈമും കിട്ടിയില്ല. ഏതാണ് സെറ്റിംഗ്സ് നോക്കി ടീച്ചറെ. ഇനി നിങ്ങൾ പിന്നെ എക്സ്പ്ലോർ ചെയ്യണം കൂടുതൽ സെറ്റിംഗ്സ്, അതിൽ ഓരോ ഓപ്ഷൻസ്, ഇതൊക്കെ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതിൽ ഒന്ന് കൂടുതൽ അത് ജസ്റ്റ് സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഡാർവിൻ സാർ ഒന്ന് എൻ്റർ അടിക്കണേ, എങ്കിലേ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, കണ്ടില്ലേ ക്വസ്റ്റ്യൻ അവിടെ വന്നു. അപ്പൊ ആരും ജോയിൻ ചെയ്തിട്ടില്ല. നിങ്ങൾ menti.com വന്ന് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഒരു സംശയം. യെസ്, പറയൂ സാർ. ഏത് കുട്ടിയാണ് ഇത് ആൻസർ ചെയ്തതെന്ന് അറിയാം? അത് ഞാൻ പറയാം. അതിന്റെ റിപ്പോർട്ട് ഒന്ന് എടുക്കാം. നിങ്ങൾ സാർ അതൊന്ന് എസ്കേപ്പ് ബട്ടൺ ഒന്ന് അടിക്കോ ഡാർവിൻ സാർ? ഒന്നുകൂടി എസ്കേപ്പ് ബട്ടൺ, ഒന്നുകൂടി എസ്കേപ്പ്. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം സാർ. അതിന്റെ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യും. അതെ, റിസൾട്ട് അതെ, ഡൗൺലോഡ് റിസൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ടോ? ഡൗൺലോഡ് റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് റിസൾട്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, അതിന്റെ സ്ക്രീൻഷോട്ട് അവിടെ കാണിക്കും. അത് എന്നിട്ട് PDF, അതെ ഡൗൺലോഡ് മൈ PDF, ഫസ്റ്റ് PDF താഴെ കാണുന്നില്ലേ? ഇതാണോ? അല്ല, മേലെ എക്സ്പോർട്ട് PDF എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അവിടെ. എക്സ്പോർട്ട് PDF താഴെ സാർ, താഴെ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ഏറ്റവും മുകളിലോട്ടുണ്ടോ? മുകളിലും പോകും, നേരെ പോകും, താഴെ അത് അപ്ഗ്രേഡ് ടു അപ്ഗ്രേഡ്. PDF നമുക്ക് കിട്ടുള്ളൂ. എക്സൽ കിട്ടണമെങ്കിൽ അവരുടെ പ്രീമിയം വെർഷനിലാണ് നമുക്ക്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ താഴെ? താഴോട്ടൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് രണ്ടുപേര്, ബാക്കി നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. സുജൂസും ശ്രീകുമാറും. കാണാൻ പറ്റില്ല. ഓക്കെ, അവർ രണ്ടുപേരാണ്. അതെ, അവരുടെ ടൈമൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഓരോന്നിന്റെയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആരൊക്കെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ PDF ആയിട്ടാണ് ഇതിൽ കിട്ടുള്ളൂ. മറ്റേത് അപ്ഗ്രേഡഡ് വേർഷനിലാണ്. ബ്രേക്ക് ഓരോ റൗണ്ട് വെച്ചിട്ടൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ എടുക്കാമല്ലോ അല്ലെ? ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ കൂടുതൽ ഫീച്ചേഴ്സ് ഫെസിലിറ്റീസ് ഒക്കെ തരുന്നത് അതൊരു അപ്ഗ്രേഡഡ് വേർഷനിലാണ്. അപ്പൊ അത് ഇനി അതിൽ പുറത്തുള്ള മറ്റൊരു സാധനം, ഇത് കുറച്ചുകൂടി ഇന്ററാക്ഷൻ കൂടുതലുള്ള ഒരു സാധനമാണ്. ഇനി അതല്ലാതുള്ള മറ്റൊരു ടൂൾ നമുക്ക് അതിന് ശേഷം. ഫ്രീ വേർഷൻ ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? ഉണ്ട്, പല ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്ന എണ്ണത്തിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ല, ഇപ്പൊ രണ്ടുപേരും ആൻസർ ചെയ്യുന്നുള്ളതുകൊണ്ട് ആള് കാണാൻ പറ്റിയിട്ടില്ലെന്നുള്ളതല്ലേ എന്റെ മീനിങ്? പറ്റിക്കാണോ? എങ്ങനെ? ആകെ രണ്ടുപേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ സാർ. ആർക്കും കാണാൻ പറ്റിയിട്ടില്ലെന്നുള്ള എന്റെ മീനിങ്. അല്ലല്ല, അതവിടെ ഉണ്ടായിരുന്നു. menti.com മേലെ ഉണ്ടായിരുന്നു, അതിന്റെ കോഡും ഉണ്ടായിരുന്നു. നമ്മളാരും ജോയിൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്.
അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നമ്മുടെ സമയം കളയേണ്ട കൂടുതൽ. യെസ്, ഒരു കാര്യം ചോദിച്ചോട്ടെ സർ, നമ്മൾ ഈ ഹലോ യെസ് ആക്ച്വലി നമ്മള് അധ്യാപകര് ഈ സോഫ്റ്റ്വെയർ Menti.com പെയ്ഡ് ചെയ്ത് വാങ്ങിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണ്. പക്ഷെ കുട്ടികൾ ഇതൊക്കെ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ, അത് ഒരാൾ ചെയ്താൽ മതിയോ? അധ്യാപകർ മാത്രമേ അതിന്റെ വേർഷൻ പർച്ചേസ് ചെയ്യുന്നു. കുട്ടികൾക്ക് ജസ്റ്റ് Menti.com പോയിട്ടാണ് അവർ കളിക്കാൻ തുടങ്ങുന്നത്. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു പൈസയും മുടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു അക്കൗണ്ട് ഉണ്ടായാൽ മതി ശരിക്കും വേണമെങ്കിൽ. എന്നിട്ട് എല്ലാവരും അത് ഉപയോഗിച്ചാലൊക്കെ മതി. അപ്പൊ നമ്മള് ടീച്ചേഴ്സ് മെന്റിയിൽ പോകണം, കുട്ടികൾ Menti.com പോകണം. യെസ്, ഓക്കെ ഓക്കെ ഡാർവിൻ സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ ടൂളിന്റെ മുകളിലും കുറെ സമയം ചെലവാക്കിയാൽ നമുക്ക് സമയം ഭയങ്കര ഇതാണ്. ജസ്റ്റ് ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതില് ആദ്യം കേറാൻ പറഞ്ഞപ്പോൾ തന്നെ അവിടെ വർക്ക്ഷോപ്പ് ആണോ ട്രെയിനിങ് ആണോ എന്നൊക്കെ ചോദിച്ചതില് ഈ ട്രെയിനിങ് കോഴ്സ് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അടുത്ത് തുടർന്ന് 2 തവണ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നത് ജോണി ഫ്രം Mentimeter എന്നാണ്. അതെനിക്ക് മനസ്സിലായി. പിന്നെ ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതിയായിരുന്നു, അല്ലെ കുഴപ്പമൊന്നുമില്ല. അത് തന്നെ, അത് ക്ലോസ് ചെയ്ത പോയത്. പക്ഷെ മറ്റാരുടെങ്കിലും കോഴ്സിലേക്ക് അത് കണക്ട് ചെയ്യാനായിരിക്കാം അല്ലെ? അങ്ങനെ അത് Menti.com മാത്രല്ലേ? സാറാണ് അത് അവരുടെ ഒരു ജോണി എന്ന് പറയുന്നത് ഈ Mentimeterന്റെ ടീം മെമ്പറാണ്. അതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. നമ്മളെ ഹെൽപ്പ് ചെയ്ത ടീച്ചറെ, നമുക്ക് അവരുടെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ തിരിച്ചു പോവല്ലേ? ഹലോ, യെസ്, ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ സാർ. അതിനകത്ത് ആൻസറിന്റെ ഓപ്ഷൻ നമ്മൾ എങ്ങനെയായിരുന്നു കൊടുത്തതെന്ന്? ആൻസറിന്റെ ഓപ്ഷൻ റൈറ്റ് സൈഡിലുണ്ട് സാറേ, അതൊക്കെ റൈറ്റ് സൈഡിലുണ്ട്. ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ടൈപ്സും ഉണ്ട്. അതേപോലെ ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻസ് കംപ്ലീറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണാം. ഏത് ടൈപ്പ് സർ? ആൻസറിന് ഒരു ചെറിയ ബോക്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ അത് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. എല്ലാ കാര്യങ്ങളും മുഴുവൻ ടൈപ്പ് ചെയ്യുകയും അതിന്റെ ആൻസർ ചെയ്യുന്ന ഒക്കെ റൈറ്റ് സൈഡിലായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ നമ്മള് റിസൾട്ട് സ്ലൈഡുകൾ മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ ഹോംവർക്ക് ചെയ്യാം സർ. സോ ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ മൂഡിൽ കോഴ്സ് പേജിൽ നമ്മൾ എങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിസോഴ്സസ് മീൻസ് നമുക്ക് കുട്ടികൾക്ക് കുറെ മെറ്റീരിയൽസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വരും. ഇന്നലെ നിങ്ങൾ ടോപ്പിക് അതുപോലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പഠിച്ചത്. നൗ ഇനി നമ്മൾ കുട്ടികൾക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും? കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് കണ്ടന്റുകൾ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും? PPT കൊടുക്കണം, ഫയൽസ്. ഓക്കെ, അത് നമുക്ക് കോമൺ ആയിട്ട് ഫയൽ എന്ന് പറയാം. ഓക്കെ, പിന്നെ വെബ് ലിങ്ക് കൊടുക്കാം. വെബ് ലിങ്കുകൾ നമുക്ക് അതിന് URL എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ അസൈൻമെന്റ് നമ്മൾ കുട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നതിനപ്പുറത്ത് നമ്മൾ കുട്ടികളുടെ തിരിച്ചിങ്ങോട്ട് മേടിക്കുന്നല്ലേ അല്ലേ? ഓഡിയോ കൊടുത്തൂടെ സർ? ഓഡിയോ, മൾട്ടിമീഡിയ അല്ലെ, വീഡിയോ, ഓഡിയോ എന്നൊക്കെ പറയുന്ന ഫയലുകൾ കൊടുക്കാം. പിന്നെ PDF ഫയൽസ്, നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജ് പോലെ ആയിട്ട് കാണിക്കാൻ അല്ലെ? ലിങ്ക് നേരത്തെ നമ്മൾ പറഞ്ഞു, URL ആയിട്ട് പറഞ്ഞു. ഡൗൺലോഡബിൾ സ്റ്റഡി മെറ്റീരിയൽ, കണ്ടന്റ് പിന്നെ ഒരു കുട്ടികൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ് പേജിൽ വായിക്കുന്ന പോലെ നമ്മുടെ കോഴ്സ് പേജിനുള്ളിൽ തന്നെ കാണാൻ പറ്റണം. അങ്ങനെ വേണം ഒരു വെബ് പേജുകൾ. ഓക്കെ, പിന്നെ PDF ഫയൽ കൊടുക്കാം, അത് നമ്മൾ ഫയൽ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ടൈപ്പ് ഫയലുകൾ, ഇങ്ങനെയുള്ള കണ്ടന്റുകൾ നമ്മൾ കുട്ടികളായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. ഇനി ചില സമയങ്ങളിൽ നമുക്ക് ഇതേപോലെ കണ്ടന്റ് പിന്നെ നമ്മുടെ വെബ്സൈറ്റിനുള്ളിലേക്ക്, ഇന്നലെ ആരോ ഒരാൾ ചോദിച്ചു ഞാൻ പിന്നെ കേട്ടു, പിന്നെ
ടെഡിന്റെ വീഡിയോസ് നമുക്ക് ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ആരോ ചോദിച്ചിരുന്നു. പല വീഡിയോസും പല സ്ഥലങ്ങളിൽ ഉണ്ടാവും, പക്ഷെ അതൊന്നും ലിങ്ക് ആയിട്ട് നമുക്ക് ഇതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ അല്ലാതെയുള്ള വീഡിയോസിന് എങ്ങനെ നമ്മുടെ കോഴ്സ് പേജിനുള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ കോഴ്സ് പേജിനുള്ളിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ കോഴ്സ് പേജിനുള്ളിലേക്ക് എല്ലാവരും ഒന്ന് കോഴ്സ് പേജിനുള്ളിലേക്ക് വന്നേ. ജനറൽ അല്ല, നമ്മുടെ മൂഡിൽ കോഴ്സ് പേജ്, നിങ്ങളുടെ സ്വന്തം കോഴ്സ് പേജിനുള്ളിലേക്ക് എല്ലാവരും വരിക. എന്റെ കോഴ്സ് പേജ് ടെസ്റ്റ് കോഴ്സ് എന്നാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സ് കാണാം. അതിനുള്ളിൽ നിങ്ങൾ കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവാം, വീഡിയോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. കോഴ്സ് പേജിലേക്ക് ഡിലീറ്റ് ചെയ്ത് സർ ആഡ് ചെയ്തൊക്കെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഒന്ന് കണ്ടന്റുകൾ. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, അതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. നമ്മുടെ കോഴ്സ് പേജിൽ ഏറ്റവും ടോപ്പ് റൈറ്റില് യു ക്യാൻ സീ എ ഗിയർ മെനു. ഇത് ഇന്നലെ നിങ്ങൾ കണ്ടതാണ്. ആക്ഷൻ മെനു അല്ലെങ്കിൽ ഗിയർ മെനു എന്ന് നമ്മൾ പറയുന്നതാണ് ഈ പറയുന്നത്. അതില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ടേൺ എഡിറ്റിംഗ് ഓൺ ചെയ്യാം. അത് ഇന്നലെ പഠിച്ചതാണ്. അപ്പൊ ഒന്ന് ടേൺ എഡിറ്റിംഗ് ഓൺ ചെയ്ത് വെക്കുക. ഇപ്പൊ നിങ്ങളുടെ കോഴ്സ് പേജില് ടേൺ എഡിറ്റിംഗ് ഓൺ ആയിരിക്കും. പെന്നിന്റെ സിമ്പിൾ വന്നു. പെന്നിന്റെ സിമ്പിൾ ഉണ്ട്. അതേപോലെ അതിന്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ എഡിറ്റ് കാണാം അല്ലെ. അതേപോലെ തൊട്ട് താഴെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടിട്ടുണ്ടോ? ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് യു ക്യാൻ സി ആക്ടിവിറ്റീസ് എന്ന് കാണാം കുറെ. പിന്നെ അതിനുശേഷം റിസോഴ്സസ് എന്ന് പറഞ്ഞു കാണാം. അതില് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു URL നമ്മൾ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. ഒരു വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് URL ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഫസ്റ്റ് യു നീഡ് ടു ക്ലിക്ക് ഓൺ URL. Once you can click and add or you can double click URL. രണ്ട് ഓപ്ഷനും പോസിബിൾ ആണ്. സർ URL കണ്ടില്ലല്ലോ. സ്ക്രോൾ ഡൗൺ ചെയ്യും. You need to scroll down to resources. There you can see URL. So then click on add. New window varum. So here we are going to add details of your website. Say for example, suppose I want to share the syllabus of our course to our students. Okay? Sir, ആ URL സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നപ്പോഴും ഇല്ല. ഏറ്റവും താഴേക്ക് വന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യും. URL കാണുന്നില്ല സാറേ. ഓക്കെ സർ. കിട്ടി സാറേ? കിട്ടിയില്ല. അതെ, ഇനി സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ടേക്ക് വരും. ഏറ്റവും താഴെ വരയ്ക്കും പോകും. ഏറ്റവും താഴെ കിട്ടിയില്ലേ? റെഡി അല്ലേ? Ready? Okay. Now here you can type the name of this one. Say for example, we are going to share syllabus. Appo njan chumma avade syllabus ennu പറഞ്ഞിട്ട് പേര് അവിടെ ടൈപ്പ് ചെയ്തു. Now we need to share the URL. അപ്പൊ URL സിലബസ് എവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിന്റെ ഒരു ലിങ്ക് എവിടെയാണെന്നുള്ളത് ചുമ്മാ ബികോം ആണെന്ന് വിചാരിക്കാം. ബികോമിന്റെ സിലബസ് ഇതിന്റെ ഒരു ലിങ്ക്, ഇതാണ് ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സിലെ ഒരു ലിങ്ക് ആണ്. ആ ലിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സിന്റെ ഒരു
ഒരു ലിങ്ക് ആണ്. ഞാനിപ്പോ അവിടുന്ന് നേരെ ഇവിടെ അഡ്രസ് ബാറിൽ ഏറ്റവും ടോപ്പിൽ അഡ്രസ് ബാർ കാണാമല്ലോ. അഡ്രസ് ബാറിൽ അതും വേണമെങ്കിൽ ഒന്ന് പറയാം. ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഒരു ക്ലിക്ക്, 2 ക്ലിക്ക്, 3 ക്ലിക്ക്, 3 ക്ലിക്കിൽ മുഴുവൻ സെലക്ട് ആവും. ഒരു ക്ലിക്കിൽ ജസ്റ്റ് നമുക്കൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഡബിൾ ക്ലിക്ക് ചെയ്യാം, അപ്പൊ ഒരു വേർഡ് മാത്രമേ സെലക്ട് ആവുള്ളൂ. 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ലൈന് സെലക്ട് ആവും. അപ്പൊ ക്ലിക്കിങ് സെലക്ട് ചെയ്യാൻ ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഈ വേർഡിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്കില് വേർഡ് സെലക്ട് ആവും, 3 ക്ലിക്കില് ലൈന് മുഴുവനായിട്ട് സെലക്ട് ആവും. റൈറ്റ് ക്ലിക്ക് 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 ലൈന് മുഴുവനായിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സെലക്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നോക്കാം. അപ്പൊ ഞാനിതിനെ കോപ്പി ചെയ്തു. അപ്പൊ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് കോപ്പി ചെയ്തു. അതിനുശേഷം എന്റെ കോഴ്സ് പേജിൽ വന്നു. നേരത്തെ ഈ എക്സ്റ്റേണൽ URL എന്ന് പറഞ്ഞെടുത്ത് ഞാൻ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഡൺ. വേണമെങ്കിൽ ഇവിടെ ഒരു മെസ്സേജ് ചെയ്യാം കുട്ടികൾക്ക്. ഡൗൺലോഡ് സിലബസ് ഫ്രം ഹിയർ. റൈറ്റ്, ആ മെസ്സേജ് അവിടെ കൊടുക്കാം. സിലബസിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്ന URLന്റെ ഒരു അപ്പിയറൻസ് എന്ന് പറഞ്ഞ ഒരു ടാബും കൊടുക്കണം. ഞാനൊന്ന് പറഞ്ഞ ശേഷം ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ. അപ്പിയറൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പിയറൻസിൽ ഇത് ഞാൻ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പിയറൻസിലെ ഡിസ്പ്ലേയില് 2-3 ഓപ്ഷൻസ് കാണാം. ബൈ ഡീഫോൾട്ട് ഓട്ടോമാറ്റിക് ആണ് കാണുക. അതിനെ നമ്മൾ ഇൻ പോപ്പപ്പ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇൻ പോപ്പപ്പ് ചെയ്യാം, എംബഡ് ചെയ്യാം. എംബഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് നമ്മുടെ കോഴ്സ് പേജിന് ഉള്ളിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. പിന്നെ ഓപ്പൺ ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓപ്പൺ ആവുകയാണ് ചെയ്യാം. ഞാൻ ആദ്യം ഇൻ പോപ്പപ്പ് ആണ് ചെയ്യുന്നത്. ദെൻ ജസ്റ്റ് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ്. ബാക്കിയൊന്നും ചെയ്യാനില്ല. നമ്മൾ ആകെ പേര് കൊടുത്തു. അപ്പൊ കണ്ടില്ലേ, PDF ഫയൽ അവിടെ വന്നുണ്ടോ? സിലബസ് അവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ സിലബസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ആയി. കുട്ടികളെ നമുക്ക് കറക്റ്റ് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം എവിടെയാണ് കണ്ടന്റ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതേപോലെ ഏതെങ്കിലും വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് PG ക്ലാസ്സിലൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉള്ളതാണ് ഈ PG പാഠശാലയില്ലേ. ഈ PG പാഠശാലയിലെ വീഡിയോസും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. നമ്മുടെ സബ്ജക്റ്റില് എന്താണ് വീഡിയോസ് വേണ്ടത്, അതിലുള്ള നോട്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷിലുള്ള പേപ്പർ സെലക്ട് ചെയ്യുന്നു. അമേരിക്കൻ ലിറ്ററേച്ചർ അതിലേതെങ്കിലും ഒരു പാർട്ട് അത് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ ലിങ്ക്, സെൽഫ് ലേണിംഗ്, ഈ ടെക്സ്റ്റ്, ഇതൊക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ ഡയറക്റ്റ് അവിടെ അത് നേരെ എടുത്ത് നേരെ ഈ ഡൗൺലോഡ് ബട്ടൺ തന്നെ ജസ്റ്റ് ഈ ടെക്സ്റ്റ് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിന്റെ ലിങ്ക് എന്താണോ എന്ന് നോക്കുക, എന്നിട്ട് അത് നേരെ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് 1 മുതൽ 6 വരെയുള്ള ആദ്യം മുതൽ ഒന്നുകൂടെ പറയൂ സാറേ, ഇത് എങ്ങനെ ചെയ്തെന്ന്. അതെ, ഒരാൾ ചെയ്ത് കാണിക്കാം നമുക്കിവിടെ. ഒരു മിനിറ്റ് സാർ, ചോദിച്ചിട്ടുണ്ട്. ഈ 1 മുതൽ 6 വരെയുള്ള സെഷനിൽ ഏത് സെഷനിൽ വേണോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് ടോപ്പിക്കിലാണോ നമുക്ക് ആവശ്യമുള്ളത് അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഒരാളൊന്ന് പ്രസന്റേഷനിൽ വരുമോ? ആരാണ് പ്രസന്റേഷനിൽ? ശ്രീകല മിസ് ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കോ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല സാർ. ഓക്കെ, യെസ്. പിന്നെ വേറെ ഒരാള്? ഹർമൻ സർ, ആരെങ്കിലും ഒരാളൊന്ന് വന്നാൽ മതി. സലം ഗാന തങ്ക ടീച്ചർ. ഓക്കെ,
ഹർമൻ വന്നല്ലോ പ്രസന്റ്. ഹർമൻ സാർ വന്നു. ഓക്കെ, ഹർമൻ സാർ കോഴ്സ് പേജിലേക്ക് വരും സാർ. ഒരു മിനിറ്റ്. അതിനുശേഷം ആദ്യം ടേൺ എഡിറ്റിംഗ് ഓൺ ആക്കിയിരിക്കണം. ടേൺ എഡിറ്റിംഗ് ഓൺ. ഓക്കെ, ദെൻ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഏത് ടോപ്പിക്കിലേക്കാണോ ആഡ് ചെയ്യേണ്ടത് ആ ടോപ്പിക്ക് സെക്ഷൻ, ഏത് സെക്ഷൻ ആണോ നമുക്ക് അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എവിടേക്കാണോ ഈ ഒരു ലിങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അവിടെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ്. ഓക്കെ, ദെൻ സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഏറ്റവും താഴേക്ക് വരിക. ഈ ഹൈഡ് ബട്ടൺ ഒന്ന് ഓക്കെ, URL ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം URL-ന്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്യാം. എന്താണ് അവിടെ ടെക്സ്റ്റ് ആയിട്ട് അവിടെ കാണേണ്ടത് അതാണ് അവിടെ ടൈപ്പ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കണ്ടന്റ്. ഓക്കെ, ഓക്കെ, പിന്നെ അതിന്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള പിന്നെ ഏതെങ്കിലും വെബ്സൈറ്റ് ലിങ്ക് അതൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യാം. വളരെ നല്ല കുട്ടികൾക്ക് അത് പിന്നെ ഇവിടെയാണ് നമുക്ക് അഡ്വാൻസ് ലേണേഴ്സിനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അഡീഷണൽ റീഡിങ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് കുട്ടികൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലിങ്ക് അവിടെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഇഫ് യു വാണ്ട് ടു നോ മോർ ദെൻ യു ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്താൽ മതി. ഏറ്റവും ടോപ്പിലുള്ള 3 ക്ലിക്ക് 1 2 3. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോപ്പി ചെയ്ത സാർ. ഓക്കെ, കോപ്പി ചെയ്തിട്ടുണ്ടാവും വിചാരിക്കാം. ഓക്കെ, യെസ്, ഓക്കെ, അത് മതി. അത് ചൂസ് ചെയ്യാൻ ഒന്നും വേണ്ട. ജസ്റ്റ് വേണമെങ്കിൽ ഒരു മെറ്റീരിയൽ അവിടെ കൊടുക്കാതെ മാത്രം, അവിടെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ഡിസ്ക്രിപ്ഷനോ കോഴ്സ് പേജിൽ കാണണമെങ്കിൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്പിയറൻസ് അവിടെ എംബഡ് ചെയ്ത് നോക്കൂ സാർ. എംബഡിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. എംബഡ്. ഓക്കെ, ഇനി സേവ് ആൻഡ് റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുക്കാം ഏറ്റവും താഴേക്ക്. ഓക്കെ, ഇനി അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ, സിലബസിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ സാർ. ഇവിടെ സിലബസ് നമ്മുടെ കോഴ്സ് പേജിന്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി. ആ വെബ്സൈറ്റിലുള്ള കണ്ടന്റ് അതേപോലെ നമ്മുടെ കോഴ്സ് പേജിന്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ അവരെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റൊരു വെബ്സൈറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആ കണ്ടന്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സ് പേജിന് ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു സർ. ഹർമൻ സർ. ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടോ? അഷ്കലി സർ, ഒരു ഡൗട്ട് സർ. നമ്മളിപ്പോ ഒരു സിലബസ് ഒരു വേർഡ് ഡോക്യുമെന്റ് എടുത്ത് നമ്മളിപ്പം ഇതിൽ ഇടുകയാണ്, ആഡ് ആൻഡ് ആക്ടിവിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാലും സെയിം എഫക്ട് അല്ലേ വരുന്നത്? ഫയലായിട്ട് ഇടുന്നതല്ലേ? അതെ അല്ലേ? അതെ സാർ. ഇനിയല്ല ഒരു വെബ്സൈറ്റ് ലിങ്ക് ഒന്ന് എടുക്കുവോ സാർ? ഒരു വെബ്സൈറ്റ് ലിങ്ക് എടുത്ത്, ഇതിപ്പോ ഒരു ഫയല് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ടാണ്. അതിന് പകരം നമുക്ക് ഒരു വെബ്സൈറ്റ് ലിങ്ക് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ BBC-യുടെ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ആ ലിങ്കിനെ മുഴുവനായിട്ട് തന്നെ നമ്മുടെ കോഴ്സ് പേജിനുള്ളില് ആ പേജ് തന്നെ, വെബ് പേജ് തന്നെ നമ്മുടെ കോഴ്സ് പേജിനുള്ളിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. മനസ്സിലായി, ഫുൾ ആയിട്ട് ഡിസ്പ്ലേ. സാർ ഒന്നുകൂടി ചോദിച്ചോട്ടെ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഓക്കെ. ജനറൽ എന്ന് കൊടുത്ത നെയിം എന്നുള്ളിടത്ത് ഒരു നമ്മൾ സെർച്ച് ചെയ്യുന്ന എന്താ അതിന്റെ നെയിമാണ് കൊടുക്കേണ്ടത് അല്ലേ? അല്ല, അവിടെ നമ്മുടെ ഒരു
ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയല്ലേ. നമ്മളിപ്പോ വേണമെങ്കിൽ അവന്റെ പേര് ഇത് സിലബസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവാൻ ഇത് സിലബസ്. നമ്മളിപ്പോ ഒരു പിന്നെ BBC-യുടെ വെബ്സൈറ്റ് നെയിം, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദിസ് ടോപ്പിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ് ആ നെയിമിൽ കൊടുക്കുന്നത്. ആക്ച്വൽ ലിങ്ക് നമ്മൾ അതിന്റെ താഴെ എക്സ്റ്റേണൽ URL-ലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആ ലിങ്ക് അവിടെ നമ്മൾ കഴ്സർ വെച്ചിട്ട് പിന്നീട് ചൂസ് എ ലിങ്ക് എന്നുള്ളടത്ത് കൊടുക്കണം അല്ലേ? അത് നിർബന്ധമില്ല. അത് നമ്മൾ URL നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ചൂസ് എ ലിങ്കിന് ആവശ്യമില്ല. ഓക്കെ, URL നേരെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. മറ്റത് അവിടുന്ന് സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാനാണ് ചൂസ് എ ലിങ്ക് എന്ന് പറയുന്നത്. അത് അങ്ങനെയല്ലേ പറ്റൂ സാറേ? അല്ല, നമുക്ക് ലിങ്ക് നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം. നമ്മുടെ ഓൾറെഡി നമ്മുടെ മുൻകൂട്ടി എടുത്തു വെച്ചിരിക്കുന്ന ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം? എടുത്തു വെച്ചിരിക്കണം അല്ലേ? ആ, ഒരു ലിങ്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് അവിടെ വെക്കാലോ. ഹലോ സർ, അഷ്കർ അലി സർ. ഇതിലിപ്പോ ഞാൻ ആ ലിങ്ക് കൊടുത്തത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തക പരിചയം എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോയുടെ ഫേസ്ബുക്കിലെ ലിങ്ക് ആയിരുന്നു. അപ്പോ നമ്മൾ ഈ പറയുന്നിടത്ത് തന്നെയും പോപ്പപ്പ് ഉള്ളത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ശരിക്കും അതിന്റെ വിഡ്ത്ത് ചോദിക്കുന്നുണ്ട് ഇൻ പിക്സൽസ്. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ സാറ് കൊടുത്തത് ഒരു വെബ്സൈറ്റിൽ ഒരു സിലബസ് ആയതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യം വന്നില്ല. ഇപ്പൊ ഇതുപോലെ നമ്മൾ ഒരു ഫേസ്ബുക്കിന്റെയോ യൂട്യൂബിന്റെയോ ഒരു ലിങ്ക് ആണ് കൊടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ചോദിച്ചത് ഇൻ പിക്സൽസ് 620 ഹൈറ്റ് 450 എന്ന് പറഞ്ഞിട്ട് എഴുതി വന്നു ഞാൻ കൊടുത്ത ലിങ്കിന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എഡിറ്റ് ചെയ്യാം. ഇതിന്റെ നേരെ ഇതിനെ ഞാനൊന്ന് അപ്പിയറൻസ് ഒന്ന് മാറ്റാനാണ്. ഇതിനൊന്ന് എഡിറ്റ് ചെയ്യാം. അപ്പൊ നേരത്തെ ആഡ് ചെയ്ത സിലബസിനെ ഞാനൊന്ന് എഡിറ്റ് ചെയ്യാം. ഇവിടെ അപ്പിയറൻസില് ഇൻ പോപ്പപ്പിൽ വിഡ്ത്ത് ഇൻ പിക്സൽ എന്നാ പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ വിഡ്ത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ 1200 വലിയ സ്ക്രീനിലാണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1200 എന്നോ അങ്ങനെ ആ ഡയമെൻഷൻ നമുക്ക് കൊടുക്കാം. ഹൈറ്റ് നമുക്ക് ഒരു 800 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വലിയ സ്ക്രീനിലായിട്ട് അത് കാണിക്കാം. അതിന് കൃത്യം കണക്കില്ല അല്ലേ? ഇല്ല, അത് നമുക്ക് കൊടുക്കാം. വല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ നമുക്ക് ബൈ ഡീഫോൾട്ട് വരുന്നത് നമ്മുടെ പിന്നെ 1200 1300. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ സ്ക്രീനിന്റെ മാക്സിമം റെസൊല്യൂഷൻ എത്രയാന്നുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ ഇങ്ങനെ കാണും നമ്മുടെ സ്ക്രീനിന്റെ റെസൊല്യൂഷൻ എത്രയുണ്ട് എന്നുള്ളത്. കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ നമ്പർ കാണിക്കും. കണ്ടില്ലേ? 1366 ആണ് വിഡ്ത്ത്, പിന്നെ 768 ആണ് ഹൈറ്റ്. അത് ആ വിഡ്ത്ത് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് പെർസെന്റേജ് കൊടുക്കാം. ഇപ്പം ഇവിടെ 100% എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 100% ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവനവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുക. അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാല് കണ്ടില്ലേ? സോറി, നമ്മള് അത് കഴിഞ്ഞിട്ട് അപ്പിയറൻസിലേക്ക് പോകണം. ഇത് ചെയ്ത് കഴിഞ്ഞാല് URL വിഡ്ത്ത് ആണോ ഹൈറ്റ് ആണോ മാറ്റിയത് എനിക്ക് ഓർമ്മയില്ല. ഏതാണ്? വിഡ്ത്ത് ആയിരുന്നു ആദ്യം മാറ്റിയത്. ഓക്കെ. ഇത് 100% എടുത്തില്ല അവന്, അതുകൊണ്ടാണ്. അത് 100 ആയി പോയതാണ്. പെർസെന്റേജ് അവിടെ എടുക്കണില്ല. ഇപ്പൊ വലുതായി. അപ്പിയറൻസിൽ പോയിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പിയറൻസില് ഇവിടെ കാണുന്നില്ലേ? അപ്പിയറൻസിൽ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഓട്ടോമാറ്റിക്, അത് ഏതെങ്കിലും ഒന്ന് എടുക്കും. ഒന്നുള്ളത് എംബഡ് ആണ്. എംബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യാം? നമ്മുടെ കോഴ്സ് പേജിന്റെ ഉള്ളിൽ തന്നെ അവൻ ഓപ്പൺ ചെയ്ത് വരും. അപ്പൊ ഏതാ കൊടുക്കേണ്ടത്? ആ വെബ്സൈറ്റിലെ കണ്ടന്റ് നമ്മുടെ കോഴ്സ് പേജിന്റെ ഉള്ളിൽ ഓപ്പൺ ആവും. അതാണ് എംബഡ് ചെയ്യാന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇതിന്റെ ഈ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ മാർക്കിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ പറയും. ഇപ്പൊ നേരത്തെ ഒരു ടീച്ചർ ചോദിച്ചു പിന്നെ എന്താണ് ടെഡിന്റെ വീഡിയോ എനിക്ക് പറ്റുമോ എന്നുള്ളത്. അപ്പം പിന്നെ അപ്പൊ നമ്മൾ TED.com TED Talksന്റെ നമ്മൾ എടുത്തു. ഇതാണെന്ന് വിചാരിക്കാം. അപ്പം TED Talksന്റെ ഏതെങ്കിലും ഒരു ടോക്ക്, അതെ, ഇതാ ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൗ ടു കണക്ട് ജസ്റ്റ് ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കാം. ഈ വീഡിയോന്റെ ലിങ്ക് നമ്മളിത് മുമ്പൊക്കെ ടെഡും യൂട്യൂബിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു.
ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ കണ്ടില്ലേ? ആ ഷെയർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എംബഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒക്കെ കാണും. അതുപോലെ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഇവനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് ലിങ്ക് എടുക്കുക. ലിങ്ക് എടുത്തിട്ട് ലിങ്ക് കോപ്പി ലിങ്ക് ചെയ്തു. ലിങ്കാണ് ഞാൻ എടുക്കുന്നത്. കോപ്പി ലിങ്ക് ചെയ്തു. അതിനുശേഷം നമുക്കത് വർക്ക് ചെയ്യുന്ന നോക്കാം. ലിങ്ക് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ചിലപ്പോൾ അവൻ പണി തരും, എന്നാലും നോക്കാം നമുക്ക്. ശേഷം അത് എംബഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു നോക്കാം. സേവ് ആൻഡ് റിട്ടേൺ ചെയ്തു. അതിന്റെ ലിങ്കിന്റെ ഐക്കൺ വേറെ നേരത്തെ PDF ആയതുകൊണ്ടാണ്. ഏതാണ്? PDF ആയതുകൊണ്ടാണ് നേരത്തെ ഇപ്പൊ ലിങ്ക് ആയിട്ടാണ് വരുന്നത്. ഇത് ജസ്റ്റ് ലിങ്ക് ആണ്. ലിങ്കിന്റെ എംബ്ലം അങ്ങനെയാണ്. ഇപ്പൊ അത് അവർ എംബഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നോക്കാം. ഇല്ല, അത് അവര് പെർമിറ്റ് ചെയ്തിട്ടില്ല. അവർ റെഫ്യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബ് എന്നുള്ളത് ശരിയാകുന്നുണ്ട്. ഇവിടെ നമുക്ക് എംബഡും കൂടി ചെയ്യാം. ഇതും കൂടി കാണിച്ചു തരാം. എംബഡ് ചെയ്യാം. എംബഡ് കോഡ് ഇവിടെ എംബഡ് എന്ന് പറഞ്ഞ് കാണാം. റൈറ്റ്? ഈ എംബഡ് കോഡ് കോപ്പി എംബഡ് കോഡ് എന്ന് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ വീണ്ടും ഞാൻ എൻ്റെ ടെസ്റ്റിൽ വന്നു. അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാം. എംബഡ് ചെയ്താൽ അവിടെ പ്രശ്നമാവും. ഇതിനുള്ളിൽ വേണമെങ്കിൽ പറ്റും. അത് നമുക്ക് അടുത്ത പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. സാറേ, വൺ ഡൗട്ട്. സാറേ, ഇതിനകത്ത് നമ്മളിപ്പോ എംബഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സിലബസ്, ടെക്സ്റ്റ് ഇതെല്ലാം കൊടുക്കുന്നത് നമുക്ക് പ്രിഫേർഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കൊടുക്കുന്നു. പക്ഷെ അത് കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത് പറ്റില്ലല്ലോ ഇവിടെ. അതെന്താ പറ്റാത്തത്? അതാ നമ്മുടെ കോഴ്സ് വിൻഡോയിൽ മാത്രല്ലേ കാണൂ? അല്ല, അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ കാണാം ഡൗൺലോഡ് ഓപ്ഷൻ. അവിടെ കാണാം. അത് നമുക്ക് ഫയൽ തന്നെയായിട്ട് വേറെയും ചെയ്യാം. അത് നമുക്ക് അടുത്ത ഫയൽ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ കൊടുക്കാനുള്ളതാണെങ്കിൽ അത് നമ്മുടെ കോഴ്സ് വിൻഡോയിൽ അതിൽ മാത്രമല്ലേ കാണിക്കുള്ളൂ, കോഴ്സ് പേജിൽ മാത്രം. പക്ഷെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. അല്ല, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും PDF ഫയൽ വരും. അത് സേവ് ആസ് വെച്ച് സേവ് ചെയ്യാം. അത് തന്നെ സേവ് ചെയ്തൂടെ, ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, അപ്പൊ URL നമ്മൾ പഠിച്ചു. ഇനി നമ്മള് ഒരു ഫയൽ, കുറെ ഫയൽ, അല്ലെങ്കിൽ ഒരു ഫയൽ ആഡ് ചെയ്ത് നോക്കാം. റൈറ്റ്? നമ്മുടെ കയ്യിൽ ഓൾറെഡി ഫയൽ ഉണ്ട്. ഒരു PDF ഫയലോ അതല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനോ ഉണ്ട്, അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെന്റ് ഉണ്ട്. ഓക്കെ, അതിന് നമുക്ക് ഇതേപോലെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ്. താഴെ റിസോഴ്സസിൽ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഫയൽ ക്ലിക്ക് ചെയ്യുക, ഫയൽ ആഡ് ചെയ്യുക. ഇനി പ്രൊസീജിയർ അധികവും സെയിം ആണ്. കുറെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഫയലിന് ഒരു നെയിം കൊടുക്കണം. ഫയൽ നെയിം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു പേര്, അത്രമാത്രം. ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു. ലെക്ചർ നോട്ട് 1 എന്ന് പറഞ്ഞ് ഞാൻ ഒരു പേര് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻസ് ആവശ്യമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം അപ്പിയറൻസ് ഇവിടെ കാണാം. ഇവിടെ സെലക്ട് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫയലിനെ പിടിച്ചിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. നിങ്ങളുടെ ഈ ഒരു ഫയലാണ് എനിക്ക് ആവശ്യമുള്ളത്. ഞാൻ ഫയലിന്റെ ജസ്റ്റ് നോക്കിയേ, ജസ്റ്റ് ഇവിടുന്ന് ഡെസ്ക്ടോപ്പിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ പിടിച്ച് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഇനി ഇത് വേണ്ട, ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആവശ്യമില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. ആ ഫയലിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ആഡ് ഫയൽ എന്ന് പറഞ്ഞ് കാണാം. കണ്ടില്ലേ, ആഡ്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആരോന്റെ അടുത്തും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം.
അപ്ലോഡ് എ ഫയൽ. അതിൽ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫയൽ എവിടെയാണ് ഉള്ളത് ആ ഫയല് നമ്മൾ ഇവിടുന്ന് അവിടെ എടുത്തു, സെലക്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിനുശേഷം അപ്ലോഡ് ദിസ് ഫയൽ. ഫയൽ ഇവിടെ വന്നു. ഇത് 2-3 സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. നേരത്തെ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താണ്. ഇനി ഇതിനും ഇതേപോലെ അപ്പിയറൻസ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പിയറൻസ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക് വേണോ? ഇനി കുട്ടികൾ ജസ്റ്റ് ആ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഡൗൺലോഡ് ആവും. അങ്ങനെ ഫോഴ്സ് ഡൗൺലോഡ് കൊടുക്കാം വേണമെങ്കിൽ. നേരത്തെ പറഞ്ഞ പോലെ എംബഡ് ചെയ്യാം, പോപ്പപ്പിനുള്ളിൽ ഓപ്പൺ ചെയ്യും. ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഏത് വേണമെന്നുള്ളത് ഓക്കെ. അപ്പൊ ഞാൻ ഇൻ പോപ്പപ്പ് ചെയ്തു. അതിനുശേഷം സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ്. അപ്പൊ നോക്കിയേ, ഫയൽ ഇവിടെ ഉണ്ട്, അവിടെ വന്നിട്ടുണ്ട് ലെക്ചർ നോട്ട് എന്ന് പറഞ്ഞ്. ഇനി ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പോപ്പപ്പിനുള്ളിൽ അവിടെ വരും. ഓക്കെ, അതേപോലെ ഒരു ഫയൽ ഒന്ന് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. ആരെങ്കിലും ഒരാളൊന്ന് പ്രസന്റ് മോഡിലേക്ക് വരിക, എന്നിട്ട് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തും കാണിക്കുക. ആരാണ് ഒരാള് ഒരു പ്രസന്റേഷൻ മോഡിലേക്ക് ആരാണ് വരിക? സലോം ടീച്ചർ. വിനോദ് സർ ഉണ്ടോ? സർ 5 MB പറ്റുള്ളൂ അല്ലേ? ജയകൃഷ്ണൻ സർ. ഓക്കെ, ജയകൃഷ്ണൻ സർ. ഓക്കെ, യെസ് സർ. ഓക്കെ സാർ, ഫയൽ 5 MB പറ്റുള്ളൂ അല്ലേ? അതിപ്പോ ജസ്റ്റ് ഒന്ന് റെസ്ട്രിക്ട് ചെയ്താണ്. ഓക്കെ, സെർവറിന്റെ അത് കൂടുതലുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ കാണിക്കാം. അതിനുള്ള ഓപ്ഷനും പറയാമോ സാർ? കോഴ്സ് പേജിനുള്ളിലേക്ക് വരണം. സാറിന്റെ കോഴ്സ് പേജ് ടാബ് പ്ലസിന്റെ മുകളിൽ നിന്ന് ക്ലിക്ക്, ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്താണ് സാർ ആ പ്ലസിന്റെ മുകളിൽ. ഓക്കെ, നമ്മുടെ ട്രെയിൻ അല്ല, അത് ക്ലോസ് ചെയ്ത് പോയോ? അവിടെ ഒന്നും ചെയ്യല്ല സാർ. അപ്പൊ നമ്മുടെ മൊത്തം കണക്ഷൻ പോവേ. പ്ലസിൽ ക്ലിക്ക് ചെയ്താൽ മതി സാർ. എന്നിട്ട് LMS ഒന്ന് തുടങ്ങിയാൽ ആ പ്ലസിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അതിനുശേഷം LMS.Kerala University. ഓക്കെ, അത് മതി. ജസ്റ്റ് അതിന് ആ ഡാഷ്ബോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക് ഓൾറെഡി ലോഗ്ഡ് ഇൻ ആണ്, അതുകൊണ്ട് വരും. പിന്നെ സാറിന്റെ കോഴ്സ് പേജിലേക്ക് വരൂ. അതല്ല, ഏതാണ് കോഴ്സ്? മൈ കോഴ്സസിൽ ഏത് കോഴ്സാണ് ചെയ്യാൻ? ഓക്കെ, ഓക്കെ. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുന്നു. ആഡ് ആൻ ആക്ടിവിറ്റി ഓർ കോഴ്സ്. അതിനുശേഷം താഴെ ഫയൽ, റിസോഴ്സസിൽ ഫയൽ സെലക്ട് ചെയ്യുക. ഒന്ന് താഴോട്ടേക്ക് നോക്കിയാൽ ആഡ് കാണാം. അതിനുശേഷം ഫയലിന് നെയിം കൊടുക്കുക. മേലെ ഏറ്റവും നെയിം ഫീൽഡ് നിർബന്ധമാണ്. പേര് കൊടുത്തുള്ളൂ എന്തെങ്കിലും. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ഇഫ് നെസസറി കൊടുക്കാം. നൗ സെലക്ട് ഫയൽ. സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഫയൽ. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്താൽ ഓക്കെ. ഓക്കെ, ചൂസ് ഫയൽ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ കൊടുക്കാം. അപ്ലോഡ്. ഓക്കെ, ഇനി താഴോട്ടേക്ക് വരിക. അപ്പിയറൻസ് വേണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ സേവ് ആൻഡ് റിട്ടേൺ. ഓക്കെ,
സാർ ഒന്ന് ബാക്ക് അടിച്ചാൽ മതി സാർ. ഓപ്പൺ ചെയ്ത് പോയണ്ട. ബാക്ക് ഓക്കെ കണ്ടില്ലേ? സാർ ഏറ്റവും ടോപ്പിൽ ജനറൽ ആണ് അത് ആഡ് ചെയ്ത് പോയത്, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു സെക്ഷന്റെ ഉള്ളിൽ ആഡ് ചെയ്താൽ മതി. മേലെ 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 ഏറ്റവും മേലെ ജനറൽ ടാബിനുള്ളിലാണ് ആ ഫയൽ ആഡ് ചെയ്ത് പോയത്, അതുകൊണ്ടാണ്. ഇനി ഇനി ഡിലീറ്റ് ചെയ്യണ്ട, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ സാർ ആ ക്രോസ് ബാറിന്റെ ഉള്ളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ, ക്രോസ് ബാറിന്റെ ഉള്ളിൽ. എന്നിട്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് താഴത്തെ സെക്ഷൻ 1 ഇങ്ങ് താഴ്ത്തിയിട്ടേ. അവിടെ താഴെ കൊണ്ട് വെച്ചാൽ അവിടെ ആവശ്യമുള്ള ഇടത്തേക്ക് കൊണ്ട് വെച്ചോളൂ, അവിടെ പ്ലേസ് ചെയ്തോളൂ, ജസ്റ്റ് വിട്ടോളൂ, മൗസ് വിട്ടേക്കാം. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഏത് ഫയലുകൾ വേണമെങ്കിലും എവിടെ ഉള്ളതോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. സാർ ഇതിനകത്ത് പവർ പോയിന്റ് ആഡ് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ കാണിച്ചതില്. പവർ പോയിന്റ് ആഡ് ചെയ്യാം, ചെയ്തോളൂ. പവർ പോയിന്റ് ആഡ് ചെയ്തിട്ട് അത് തുറക്കുമ്പോ വീണ്ടും നമ്മൾ ആ സോഴ്സിലോട്ടാണ് പോകുന്നത്, അത് പ്ലേ ആവുന്നില്ലല്ലോ. പവർ പോയിന്റ് അതിനുള്ളിൽ പ്ലേ ആണെങ്കിലും പവർ പോയിന്റ് അത് പ്ലേ ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇതിന്റെ ഉള്ളിൽ വേണം. അല്ലാതെ സ്ട്രൈറ്റ് ഓപ്പൺ ആയി സാർ. അതല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഓപ്പൺ ആവും. ഓപ്പൺ ആയി സാർ എംബഡ് ചെയ്ത് വെക്കുകയായിരിക്കും. സാർ എംബഡ് ചെയ്ത് നോക്കിയായിരിക്കും അല്ലെ? എംബഡ് ചെയ്യാൻ ശ്രമിച്ചായിരിക്കും അല്ലെ? ഇല്ല, എംബഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ജസ്റ്റ് അതിനകത്ത് ചൂസ് ചെയ്ത് ആഡ് ചെയ്തു. സേവ് ആൻഡ് റിട്ടേൺ കൊടുത്തു കഴിയുമ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻ കാണുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും സേവ് എന്നാണ് വരുന്നത്. അഷ്കറിൽ സാർ, അത് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതിന്റെ അകത്ത് വരുന്നത്. നമ്മുടെ ഫോൾഡറിൽ കാണിക്കൂ സാർ. അല്ല, എന്റെ ഈ 2 സിസ്റ്റത്തില് ഞാൻ ഈ ലൈവ് ഒന്നിലും ഇത് വേറെ ഒന്നില്ല, ബട്ട് ലൈവ് ഡിസ്പ്ലേ പറ്റുന്നില്ല. എന്റെ മാക്ബുക്കിലായതുകൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞ മറ്റേ സാർ എന്തായിരുന്നു? ഏത് സാർ? ഞാൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. സാർ ഒന്ന് ഷെയർ ചെയ്തോളൂ. സാറേ സ്ക്രീൻ വിസിബിൾ അല്ലേ സാർ? വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ സാർ ഞാൻ അവിടെ ഒരു PPT ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോയിൽ വരും. അത് വീണ്ടും സേവ് ചെയ്യാനാണ്. സേവ് ചെയ്തു. അതെന്താ സാർ, അതാ ഞാൻ പറഞ്ഞത്. ആ ഫയല് ശരിക്ക് പിന്നെ അത് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യിക്കാനുള്ളത് ഡയറക്റ്റ് മൂഡിനുള്ളിൽ ആപ്ലിക്കേഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മളെ സിസ്റ്റത്തിലേക്ക് ഇത് കുട്ടികൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ സിസ്റ്റത്തിലേക്ക് അത് ഫോഴ്സ്ഫുള്ളി ഡൗൺലോഡ് ചെയ്യിക്കും. അങ്ങനെ കാണിക്കാൻ പറ്റും അല്ലേ? അവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വരാം. നമ്മുടെ അപ്പിയറൻസിൽ നമ്മുടെ ഫോഴ്സ് ഡൗൺലോഡ് ആയിരുന്നാലും എംബഡ് ആയിരുന്നാലും ഓപ്പൺ ഓർ ഇൻ പോപ്പ് ആയിരുന്നാലും എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ലിബ്ര ഇത് ഇപ്പൊ ഒരു PPTX ആയതുകൊണ്ടാണ്. മറ്റേ ലിബ്ര ഫയലുകളാണെങ്കിൽ ചിലപ്പോ അവൻ സപ്പോർട്ട് ചെയ്തേനെ. അതിപ്പോ ഈ സേവ് എന്ന് കാണിച്ചത് സേവ് ചെയ്യുമ്പോൾ കുട്ടിയുടെ ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ ഇത് സേവ് ആവും. അതെ. എന്നിട്ട് അവിടുന്ന് പ്ലേ ചെയ്യാം. സാർ ഒന്ന് എംബഡ് ചെയ്ത് നോക്കും. അല്ലെ ഇൻ പോപ്പപ്പ് കൊടുത്താൽ ആദ്യം, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ എല്ലാം ചെയ്തു. ഇൻ പോപ്പപ്പ് വന്നിട്ട് മറ്റേ തന്നെയാണ് വരുന്നത്. എല്ലാ ഓപ്ഷനിലും ഡൗൺലോഡ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ. അല്ല സാർ, അഷ്കർ സാർ, എനിക്ക് ഡയറക്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു. അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ഓപ്ഷനിലും ഡൗൺലോഡ് ആണ്. ഓപ്ഷൻ നമുക്ക് വേറെ മാറ്റാം, വേറൊരു ഓപ്ഷൻ എടുക്കാം നമുക്ക്. അഷ്കർ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ എന്റെ ഡയറക്റ്റ് തന്നെ അതിലോട്ട് പോകുന്നുള്ളൂ, പക്ഷെ എന്റെ കമ്പ്യൂട്ടറിൽ അത് ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? PPT അതിൽ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കും. അല്ല സാറിൻ്റെത് പിന്നെ ഏത് ലിനക്സിലാണോ സാർ വർക്ക് ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, എനിക്ക് പിന്നെ ഒരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വിൻഡോ നാച്ചുറലി ഓപ്പൺ ആയി PPT വരുന്നുണ്ട്. സാർ പറഞ്ഞു ഡയറക്റ്റ് ഓപ്പൺ ആവുന്നുണ്ട് അല്ലേ? ഡയറക്റ്റ് ഓപ്പൺ ഒരു വിൻഡോ ഓപ്പൺ ആയി അതിൽ തന്നെ വരുന്നു. പ്രശ്നം ഞാനിത് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ. അതെ. ഓക്കെ. ഇനി നിങ്ങൾക്കിപ്പോ ഫയലിന്റെ റെസ്ട്രിക്ഷൻ ഇപ്പൊ പറഞ്ഞു. നമുക്കിപ്പോ തൽക്കാലം പിന്നെ യൂണിവേഴ്സിറ്റി സെർവറിൽ
നമുക്കിനി പിന്നെ വൺസിന്റെ പിന്നെ ഹാർഡ് ഡിസ്ക് സ്പേസ് ഒക്കെ ഇതിന്റെ കൂടെ കൂട്ടി വെച്ച് നമ്മളിപ്പം ട്രെയിനിങ് പർപ്പസിന് നമ്മളിപ്പോ തൽക്കാലം 5 MB ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ കൂട്ടി വെക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഫയൽസ് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ യൂണിവേഴ്സിറ്റിയുടെ റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്ത് അതിനെ ഇങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം. രണ്ടും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കാറുണ്ടോ? ഗൂഗിൾ ഡ്രൈവ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, കാരണം ഗൂഗിൾ നമുക്ക് 15 GB സ്പേസ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പം ലോക്ക്ഡൌണിലായിരുന്ന സമയത്ത് പോലും പലപ്പോഴും നമ്മുടെ പല ഫയലുകളും ചിലപ്പം ഡിപ്പാർട്ട്മെന്റിലുള്ള സിസ്റ്റത്തിലോ മറ്റോ ആയിരിക്കാം ഉണ്ടാവുക. അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ പെട്ടുപോകുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ ഓൺലൈനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയാറില്ല. അപ്പൊ അത് ഗൂഗിൾ ഡ്രൈവ് നമുക്ക് എന്ത് ചെയ്യാം? ബിനോദ് സാർ ഒന്ന് കാണിച്ചു സാർ. അതെ സാറ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഓപ്പൺ ആവുന്നത് സാറേ. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ആയതാ. അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് വന്നു, എന്നിട്ട് സാറ് ഓപ്പൺ ആവുന്നു. അതെ അതെ. അത് മൊബൈലിൽ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഓപ്പൺ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അപ്പം നമ്മൾ ഗൂഗിൾ ഡ്രൈവിനെ നമുക്ക് എന്ത് ചെയ്യാം? എഫക്റ്റീവ് ആയിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് ഇതുവരെ ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ഡ്രൈവ് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് തുടങ്ങായിരുന്നു. ജിമെയിൽ അക്കൗണ്ട് വേണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഗൂഗിൾ ഡ്രൈവില് നമുക്ക് ആവശ്യമുള്ള ഫയൽസിനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഓർഗനൈസ് ചെയ്ത് വെക്കാം. അത് മാത്രമല്ല അതിലൊരു നല്ല പവർഫുൾ സെർച്ചിങ്ങും നടക്കുന്നുണ്ട്. നമ്മുടെ പർട്ടിക്കുലർ കണ്ടന്റ് വേസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന് മാത്രം എവിടെ ഉണ്ട് ഫയൽ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഫയൽ നെയിം അറിയാതെ തന്നെ ടോപ്പിക്കിനുള്ളിലുള്ള ടെക്സ്റ്റൽ അല്ലെങ്കിൽ ഇമേജിന്റെ ഏതെങ്കിലും ഒരു ബേസിൽ അവൻ കണ്ടുപിടിച്ച് തരും. റൈറ്റ്? അപ്പൊ അത് ഗൂഗിൾ ഡ്രൈവ് അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതുവരെ ഉപയോഗിക്കാത്തവർ ആണ് എനിക്ക് ഏറ്റവും നല്ലത്. കാരണം അത് ഫ്രം ദ സ്ക്രാച്ച് ഇറ്റ് സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. അജിത ടീച്ചർ ഓക്കെ ആണ് അല്ലേ? ഒന്ന് ഷെയർ ചെയ്തോളൂ. അതിൽ 2-3 ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ 1-2 ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളിപ്പം കുട്ടികളെ സ്കാൻ ചെയ്ത് ഇപ്പൊ ഈ സമയത്ത് നമ്മൾ നോട്ട് കൊടുക്കലും അതുപോലെ പിന്നെ അവര് എന്താണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ PDF സ്കാനർ വേണം, എന്നിട്ട് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നതിനൊക്കെ പകരം നമുക്ക് എന്ത് ചെയ്യാം? മൊബൈൽ ഉപയോഗിച്ച് തന്നെ വളരെ എളുപ്പത്തിൽ അവർക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്തൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ ഓപ്ഷൻസും കൂടെ പറഞ്ഞുതരാം. ആരാണ് ഷെയർ ചെയ്യുന്നുണ്ടോ? അജിത ടീച്ചർ ചെയ്യുന്നില്ല. ഓക്കെ. യെസ്, ഓക്കെ. ലീമ, ഓക്കെ. ഓക്കെ ടീച്ചർ, ആദ്യം ഒന്ന് ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ ജിമെയിൽ, ഇമേജസ്, അതിനുശേഷം ഗൂഗിൾ ആപ്സ് കാണാം. ധാരാളം ആപ്സ് ഗൂഗിള് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതിലൊരു ആപ്പാണ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ആപ്പ്. അപ്പൊ അത് ഡ്രൈവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇനി ഈ പിന്നെ ഡോക്യുമെന്റ് നമുക്ക് ആവശ്യമുള്ള, അപ്പൊ നമ്മുടെ പിന്നെ ഞാനിത് പലപ്പോഴും ഉപയോഗിക്കാറില്ല. നമ്മളിപ്പോ എവിടെയെങ്കിലും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ പിന്നെ അതേപോലെ APIക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോൾഡർ അതിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഒറ്റയടിക്കും ഫോട്ടോ എടുക്കുക, സ്കാൻ ചെയ്യുക, ഡ്രൈവിലാണ് ഇട്ടേക്കുക. റൈറ്റ്? അപ്പൊ പിന്നെ അത് നമുക്ക് ആവശ്യമുള്ള പോലെ എവിടുന്ന് വേണമെങ്കിലും ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഓരോ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഡോക്യുമെന്റുകളൊക്കെ ഇതേപോലെ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നമ്മൾ പെൻഡ്രൈവോ അതല്ലെങ്കിൽ പിന്നെ ഇതേപോലെ മറ്റെന്തെങ്കിലും ഡിവൈസോ അങ്ങനെയുള്ളതൊന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ ഏത് സമയത്തും ഡ്രൈവിന്ന് ഇതേപോലെ നമ്മുടെ ഉപയോഗിക്കാൻ പറ്റും. ടീച്ചിങ് നോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഓക്കെ ടീച്ചറെ, ഇപ്പൊ ഇവിടെ
ലെഫ്റ്റ് സൈഡിൽ ന്യൂ എന്ന് പറഞ്ഞ് കാണാം, കണ്ടില്ലേ? പ്ലസ് ന്യൂ, ലെഫ്റ്റ് മെനുവില് പ്ലസ് ന്യൂ കാണും. അതില് കണ്ടില്ലേ ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോൾഡർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ താഴെ ഗൂഗിൾ ഡോക്സ്, ഷീറ്റ്സ്, അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഏറ്റവും ടോപ്പിൽ കാണുന്നില്ലേ ഫോൾഡർ എന്ന് പറഞ്ഞ് കാണാം, ടോപ്പിൽ ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ഫോൾഡർ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഒരു പേര് കൊടുക്കൂ. എന്നിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡറിൽ സാധാരണ പോലെ നമ്മൾ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അതിന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഫയലിനെ അപ്ലോഡ് ചെയ്ത് വെക്കാം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താലും മതി. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫയൽ അപ്ലോഡ് എ ഫയൽ. ഓക്കെ 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 കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് ഒരു ഫയല് സെലക്ട് ചെയ്ത് നോക്കൂ. ഡെസ്ക്ടോപ്പിന്നോ എവിടെയെങ്കിലും ഉള്ള ഒരു ടീച്ചിങ് നോട്ട്, ഇതിപ്പോ എവിടെയോ ക്വിക്ക് ആക്സസിലാണ് കിടക്കുന്നത്. ഏതെങ്കിലും ഒരു ഫയൽ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സിലബസ് ടെംപ്ലേറ്റ്. ഓക്കെ, ഓപ്പൺ ചെയ്യാം. യെസ്, ഇപ്പൊ ഈ ഫയല് നമ്മുടെ ഗൂഗിൾ ഡ്രൈവില് ഉണ്ട്. ഗൂഗിൾ ഡ്രൈവില് ഈ ഫയൽ എന്ത് ചെയ്യാം? യെസ്, ഓക്കെ, ലേറ്റർ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ ഫയല് നമുക്ക് ഈ ഫയല് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എന്റെ ഗൂഗിൾ ഡ്രൈവിലാണ് ഉള്ളത്. ഈ ഫയല് എനിക്ക് എന്ത് ചെയ്യാം? എന്റെ ഇത് എത്ര വലിയ ഫയല്, 15 GB വരെ സ്പേസ് നമുക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഫയലിനെ നേരിട്ട് എന്റെ മൂഡിൽ കോഴ്സ് പേജിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒന്ന് ടീച്ചർ ഒന്ന് ബാക്ക് അടിക്കോ? ഇതാ അവിടെ MPhil OB എന്ന് കാണുന്നിട്ട് അവിടെ. എന്നിട്ട് ഈ ഫയൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി, റൈറ്റ് ക്ലിക്ക് ചെയ്തേ. അവിടെ കാണാം ഗെറ്റ് ഷെയറബിൾ ലിങ്ക്, അതുപോലെ ഷെയർ എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, ആ ഷെയറബിൾ ലിങ്കിലൊന്ന് ഗെറ്റ് എ ഷെയറബിൾ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. അപ്പൊ അതിനു മുമ്പേ ഇപ്പം ജസ്റ്റ് ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ടേ ഉള്ളൂ നമ്മള്. പക്ഷെ ഈ ലിങ്ക് കിട്ടുന്ന ആൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ അതൊന്ന് നമ്മളൊന്ന് മോഡിഫൈ ചെയ്യണം. അവിടെ റെസ്ട്രിക്റ്റഡിന്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവർക്ക് വ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ആ ഫയലില് അവർക്ക് വ്യൂ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇനി അവർക്ക് എഡിറ്റ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് റോള് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗൂഗിൾ ഡ്രൈവിലുള്ള ഒരു ഫയലില് കൊളാബറേറ്റ് ചെയ്തിട്ട് കുറെ പേർക്ക് ഒരുമിച്ചിരിക്കുന്ന എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാം. അപ്പൊ അത് ഞാൻ തൽക്കാലം അത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കുട്ടികൾക്ക് നമ്മൾ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുന്നില്ല. അതിനുശേഷം ഡൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ വ്യൂവിൽ തന്നെ കിടക്കും മിനിമം ബേസിക് ആയിട്ട് അല്ലേ? അതെ, ബേസിക് ആയിട്ട് വ്യൂവിലാണ് കിടക്കുക. Now ഇനി ടീച്ചറുടെ കോഴ്സ് പേജിൽ ഒന്ന് വന്നേ. ഇനി നമ്മുടെ നേരത്തെ ഒരു URL പറഞ്ഞില്ലേ? URL ഒന്ന് ക്യാൻസൽ ചെയ്താൽ മതി. ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ, അറ്റൻഡൻസ് ടൈമിന് മാർക്ക് ചെയ്യണേ. അതുകൊണ്ടാണ് ലേറ്റ് അറ്റൻഡൻസും എക്സ്ക്യൂസ്ഡ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി ആ URL അവിടെ പ്ലേസ് ചെയ്ത് നോക്കൂ. എക്സ്റ്റേണൽ URL എന്നുള്ളിടത്ത് ടീച്ചർ അവിടെ പേസ്റ്റ് ചെയ്ത് നോക്കൂ. ഇനി താഴെ ഏറ്റവും താഴെ ജസ്റ്റ് സേവ് ആൻഡ് റിട്ടേൺ കൊടുക്കാം. അപ്പിയറൻസ് വേണമെങ്കിൽ മാറ്റാം. സേവ് ആൻഡ് റിട്ടേൺ കൊടുക്കാം. ഇനി ഫയൽ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ആ കോഴ്സ് പേജ്, ആ ഫയല് ഇവിടെ വർക്കിംഗ് ആണ്. റൈറ്റ്? അപ്പൊ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ എത്ര വലിയ ഫയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്യാം? ഡ്രൈവിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. ആ ലിങ്ക് ഗെറ്റ് എ ഷെയറബിൾ ലിങ്ക് എടുക്കുക. ലിങ്ക് നിങ്ങൾക്ക് ഇതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കാം. സർ ഒരു ക്വസ്റ്റ്യൻ.
ഈ ഫയൽ തന്നെ ഇപ്പൊ ഇതിന്റെ റൈറ്റ് കോർണറിൽ പോയി കഴിഞ്ഞാൽ സ്റ്റുഡന്റിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതെ അതെ അതെ. പക്ഷെ എനിക്ക് സപ്പോസ് ഐ ഡോണ്ട് വാണ്ട് ദ സ്റ്റുഡന്റ് ടു ഡൗൺലോഡ്, ജസ്റ്റ് വ്യൂ ദാറ്റ്. അതിനെന്താ ഓപ്ഷൻ? അതും ചെയ്യാം. അത് ഒന്നുകൂടി ടീച്ചറെ, നോട്ട് ജസ്റ്റ് ഫ്രം ഗൂഗിൾ ഡ്രൈവ്. ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഒരു ഫയൽ ലൊക്കേഷനിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കേസിലും വേർഡ് ഫയൽ ആണെങ്കിലും PPT ആണെങ്കിലും അതെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഇതായിട്ടാണ് വന്നത്. അതിന് പകരം ജസ്റ്റ് വ്യൂയിങ് റൈറ്റ്സ് മാത്രം കൊടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്? അതാ, നമുക്ക് ഇത് ഗൂഗിൾ ഡ്രൈവ് ആദ്യം നോക്കാം. ഗൂഗിൾ ഡ്രൈവിൽ ഒന്ന് ടീച്ചർ ഗൂഗിൾ ഡ്രൈവിലേക്ക് തന്നെ തിരിച്ചു വരൂ. ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോട്ട്സ് ആയിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് സാർ ഇതൊക്കെ. ഓക്കെ, അതുണ്ട്. വീഡിയോ എടുത്ത് നോക്കുന്ന എപ്പോഴും. ഓക്കെ. ഈ ഫയൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യൂ, എന്നിട്ട് ആ ഷെയർ ഒന്ന് ക്ലിക്ക് ചെയ്യൂ സാർ. ആ പ്രോപ്പർട്ടി ഒന്ന് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ സെറ്റിംഗ്സ് ബട്ടൺ കാണുന്നില്ലേ മേലെ, ആ സെറ്റിംഗ്സിന്റെ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്നുണ്ടോ സാർ ഓപ്ഷൻസ്? എഡിറ്റേഴ്സ് ക്യാൻ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ടിക്കാണ്. ബൈ ഡിഫോൾട്ട് അത് അവർക്ക് ചേഞ്ച് ചെയ്യാന്നുള്ള, അത് അൺടിക്ക് ചെയ്യാം വേണമെങ്കിൽ. അടുത്ത ഓപ്ഷൻ നോക്കൂ, വ്യൂവേഴ്സ് ആൻഡ് കമന്റേഴ്സ് ക്യാൻ സീ ഓപ്ഷൻ ടു ഡൗൺലോഡ് പ്രിന്റ് കോപ്പി. അതങ്ങ് ഡിസേബിൾ ചെയ്താൽ മതി. ഓക്കെ, ഗോട്ട് ഇറ്റ്. താങ്ക്സ്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് ഡൗൺലോഡ് ഓക്കെ തിരിച്ചു ചെയ്തോളൂ. ഓക്കെ ചെയ്താൽ മതി. ജസ്റ്റ് അത് ഓപ്ഷൻ അവിടെ എനാബിൾ ചെയ്തു. ഇനി ടീച്ചർ ആ ഫയൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. അവിടെ കോഴ്സ് പേജിൽ അല്ലല്ല, ഒന്നും വേണ്ട. അതൊന്നും ഇനി ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ആ കോഴ്സ് പേജിൽ ഒന്ന് റെഫ്രഷ് ചെയ്ത് നോക്കൂ. റെഫ്രഷ് ചെയ്യണം. ഇതിപ്പോ ടീച്ചർ തന്നെ അവിടെ നിന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ വരും. സ്റ്റുഡൻസിന് അവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കമന്റ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഇതിന്റെ ഓണർ ടീച്ചർ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. സ്റ്റുഡൻസിന് അതിന്റെ ഓപ്ഷൻ അവിടെ എനാബിൾ ആവില്ല. ഓക്കെ, താങ്ക്സ്. ശരി. ഇനി മറ്റൊരു കാര്യം കൂടെ, ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ലീമ ടീച്ചറെ താങ്ക് യു. മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. 11 മണി കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പം എത്ര വെച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ റിസോഴ്സസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ കോഴ്സ് പേജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സസ് നിങ്ങൾ ആഡ് ചെയ്ത് തുടങ്ങുക. അത് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. സെക്ഷൻ നെയിം എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇനി നിങ്ങളുടെ കോഴ്സ് പേജിനനുസരിച്ചിട്ട് ഓരോ ടോപ്പിക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പിക് നെയിം കൊടുക്കുന്നു. അതിന് ചെറിയ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ താഴെ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ എഴുതുന്നു. ഓരോ ടോപ്പിക്കിന്റെയും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിന്റെയും ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ മൊഡ്യൂൾ ഔട്ട്കംസ് ഒക്കെ നമുക്ക് എഴുതാൻ അറിയാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എഴുതുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ റിസോഴ്സസ്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന റിസോഴ്സസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ആ റിസോഴ്സസ് ആഡ് ചെയ്ത് വെക്കുന്നു. ഫയലായിട്ടുള്ള റിസോഴ്സ്, ഇനി അതല്ലെങ്കിൽ എക്സ്റ്റേണൽ URL ആയിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് പരമാവധി ഫയലുകൾ ഓരോ ടോപ്പിക്കിനും ഇപ്പൊ തന്നെ ടോപ്പിക്ക് മുറിച്ച് തുടങ്ങുക. ഒരു 3-4 ടോപ്പിക്കുകൾ, 5 ടോപ്പിക്കെങ്കിലും മിനിമം നിങ്ങളുടെ കോഴ്സ് പേജിൽ ഉണ്ടാവും. കാരണം നമ്മൾ അവസാനം നാളെ മുതൽ നമ്മളൊരു അസസ്മെന്റിന്റെ ഒരു പരിപാടി തുടങ്ങും. നമ്മുടെ കോഴ്സ് പേജിന് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളൊരു ഇവാലുവേഷന് വിധേയമാക്കുന്നുണ്ട്. എല്ലാവരുടെയും കോഴ്സ് പേജ് വാല്യൂ ചെയ്യും. അതിൽ കണ്ടന്റ് വേണം, അതിൽ റിസോഴ്സസ് വേണം, വീഡിയോസ് വേണം. അങ്ങനെ കുറെ ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. 250 ആൾക്കാരുടെ കോഴ്സ് പേജും ഇവാലുവേറ്റ് ചെയ്യും. റൈറ്റ്, അതാണ് നമ്മൾ ഫൈനൽ. എന്നിട്ട് നിങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴ്സ് പേജ് നമ്മുടെ പ്രോഗ്രാം കഴിയുന്നതോടുകൂടി നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലാണ് ആ രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൽ അസൈൻമെന്റുകൾ ഉണ്ടാവും, അതിൽ ക്വിസ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കും, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ അതിൽ ആഡ് ചെയ്തിരിക്കും, കുട്ടികളായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യും, റിസോഴ്സസ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്
മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇന്ന് കിട്ടുന്ന സമയം പരമാവധി നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുക. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ദെൻ ആഫ്റ്റർനൂണിൽ 2 മണിക്കാണ് അടുത്ത സെഷൻ ഉണ്ടാവുക. അതിൽ എങ്ങനെയാണ് കോഴ്സ് പേജ് സ്ട്രക്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ് ബിജു സാർ ആയിരിക്കും ആ സെഷൻ ഹാൻഡിൽ ചെയ്യുക. കോഴ്സ് ഡിസൈന് ഓൺലൈൻ കോഴ്സ് പേജിന് വേണ്ടി എങ്ങനെയൊക്കെ സ്ട്രക്ചർ ചെയ്യാം, അതിനുള്ള മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതായിരിക്കും ആ സെഷനിൽ വരിക. ഓക്കെ സൈമൺ സാർ. ഓക്കെ ശരി സാർ, താങ്ക് യു. ഒരു വീഡിയോ ഓക്കെ, അതുകൂടി ഞാൻ പറയാം. പിന്നെ നാളെ ഒരു സെഷനില് ക്ലാസ് ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ, എന്നിട്ട് നമുക്ക് നോട്ട്സ് ചോദിക്കാം. ആയിക്കോട്ടെ, ഡൗട്ട് ഉള്ളവർ വെയിറ്റ് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് എക്സിറ്റ്. സാർ ക്ലോസ് ചെയ്തോളൂ. സാർ ഹലോ. യെസ് യെസ്. സാർ എങ്ങനെ ഡോക്ടർ റെജിയാണ് ഡിപ്പാർട്ട്മെന്റ്. അല്ല, ഡൗട്ട് കഴിഞ്ഞിട്ടാണോ സാറേ ക്ലോസ് ചെയ്യുന്നത്? അതെ അതെ അതെ. അതായത് ഈ കുറച്ചു നേരം പവർ പോയിട്ട് ഞാൻ പുറത്തു പോയായിരുന്നു, അപ്പൊ കേട്ടില്ല. അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ വീഡിയോ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കഴിഞ്ഞ ഡൗട്ട് ചോദിക്കാനുണ്ടോ? ജസ്റ്റ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഈ സെഷൻ ഇതുപോലെ തന്നെയല്ലേ? ഹലോ, ഇന്നത്തെ റെക്കോർഡ് വെർഷൻ ഇന്നലത്തെ റെക്കോർഡഡ് വെർഷൻ ഇട്ടിട്ടുണ്ട്. ഇന്നത്തേതും അവൈലബിൾ ആവും. ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷന്റെ ഒരു ടാബ് ഇല്ലേ, അതിന് തൊട്ട് താഴെ റെക്കോർഡഡ് സെഷൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. എനിക്ക് ലിങ്ക് അയച്ചു തരുന്ന മുറക്ക് ഞാൻ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ മൂഡിൽ ട്രെയിനിങ് കോഴ്സ് പേജിലുണ്ട്. ഹർമൻ സാറിന്റെ ഞാൻ കേൾക്കുന്നില്ല സാറേ. ഹർമൻ സാറിന്റെ ബ്രേക്ക് ആവുന്നുണ്ട്. സാർ ഒന്ന് ചിലപ്പം വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ക്ലിയർ ആവുമായിരിക്കും. സാറേ ഇതിന്റെ ലൈവ് നമ്മള് അഷ്കർ അലി സാർ ട്രെയിനേഴ്സ് റെക്കോർഡ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഐക്യുവേറ്റിന് യൂട്യൂബ് ലിങ്കിൽ ഓരോ ദിവസവും നമ്മൾ അതും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്ട് ടീച്ചേഴ്സ് ആരെങ്കിലും ഇതിനകത്ത് ഇപ്പൊ ഇൻ കേസ് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ലിങ്ക് ആണ്. അങ്ങനെയുള്ളവരില്ല അപ്പൊ നമുക്ക്, പക്ഷെ വി ആർ പുട്ടിങ് ഇറ്റ് യൂട്യൂബിൽ. ഞാൻ ഇതിനകത്തും ലൈവ് റെക്കോർഡ് ചെയ്യുന്നു. കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നു. ഇവിടെ ഉണ്ട് ലൈവ് സെഷന്റെ റെക്കോർഡഡ് വേർഷൻ ഈ ബുക്കിനുള്ളിലുണ്ട്. ലൈവ് സെഷൻ റെക്കോർഡഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ഇതില് 3 സെഷന്റെ കഴിഞ്ഞ 3 സെഷന്റെയും റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ലൈവ് സെക്ഷൻ ഇതെവിടെ? ഇതേതാ ലൈവിന്റെ ടാബ് കാണുന്നില്ലേ? ഇതില് ലൈവ് സെഷൻ റെക്കോർഡഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഈ ബുക്കിനുള്ളിലുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഹലോ അഷ്കർ അലി സാർ. ഹലോ. യെസ് സർ. സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ ഹാഷിം, ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് സാർ. ഓക്കെ സർ. ഹലോ. പറഞ്ഞോളൂ സാർ. സാർ ഞാന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആർട്ടിക്കിൾസ് ഡൗൺലോഡ് ചെയ്ത ആർട്ടിക്കിൾസ് ഞാൻ എംബഡ് ചെയ്തപ്പോ അത് PDF ആയിട്ട് തന്നെ പേജിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ അതേ സെയിം ആർട്ടിക്കിളിൽ തന്നെ അതിന്റെ URL പേസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ URLന്റെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് വരുന്നത്. എംബഡ് കൊടുത്തിട്ടും അത് PDF ആയിട്ട് വരുന്നില്ല. ഓക്കെ, അത് ആ വെബ്സൈറ്റ് എംബഡ് ചെയ്യാൻ സമ്മതിച്ചാൽ മാത്രമേ സമ്മതിക്കുള്ളൂ സാർ. എംബഡ് ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ടാണോ സാറേ അത് അങ്ങനെ വരുന്നത്? അതെ 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 അതെ. അതുപോലെ ഞാൻ ഈ ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഡോക്യുമെന്റ് പേസ്റ്റ് ചെയ്തപ്പോ അതും എംബഡ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത്. പക്ഷെ അത് എന്റെ ഗൂഗിൾ ഡ്രൈവിൽ ഉള്ളതാണ്. പക്ഷെ അത് ഗൂഗിൾ ഡ്രൈവ് സമ്മതിക്കില്ല. അത് പക്ഷെ സംഭവിക്കില്ല. അതും URLന്റെ അതേ എംബളത്തിൽ തന്നെയാണ് അങ്ങനെ വരും. വരുന്നത്. ഓക്കെ സർ. താങ്ക് യു സർ.
ഓക്കെ, സോ താങ്ക് യു. നമ്മള് ഇനി നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉച്ചയ്ക്കാണ്. അപ്പൊ ആ സമയത്ത് 2 മണിക്ക് നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.